ജല പ്രഭാഷകൻ ബഹുമാന്യനായ അബ്ദുസമദ് പൂക്കോട്ടൂർ വിഷയം അധികരിച്ച് സംസാരിക്കുന്നു. അതിനായി ആദരപൂർവ്വം അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. അല്ലാഹു മൗലാൽ അലിയുൽ അദീം. സ്നേഹാദരണീയരായ നമ്മുടെ വേദിയിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായ സമുന്നത സാരഥി, കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ഉസ്താദ് ബാപ്പു മുസ്ലിയാർ, അഭിനന്ദനായ അസ്ലം മഷൂദ് തങ്ങൾ, ബഹുമാനപ്പെട്ട പാലത്തായി മൊയ്തു ഹാജി അടക്കമുള്ള ബഹുമാനരായ ഉമറാക്കൾ, പണ്ഡിതന്മാർ, സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ ആരെയും പേരെടുത്തുദ്ധരിക്കുന്നില്ല. ഒട്ടേറെ എടുത്തുദ്ധരിക്കപ്പെടേണ്ട ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ വേദി നിർഭരമാക്കിയിട്ടുണ്ട്, ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ മഹത്തായ ജാഗരണ സമ്മേളനം പ്രൗഢമാക്കുന്നതിന് വേണ്ടി ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ കർമ്മധീരരായ പ്രവർത്തകരെ, നേതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഘം സത്യം മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ സന്ദർഭത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാസഭയെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയും അവബോധവുമുള്ള ഒരു സമൂഹമാണ് ഇവിടെ സംഘടിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷേ സംശയത്തോടെ വീക്ഷിക്കുന്ന ആളുകൾ ദൂരസ്ഥലങ്ങളിൽ ഉണ്ടാകാമെങ്കിലും സമസ്ത എന്ന ആദർശ പ്രസ്ഥാനം കേരളത്തിൽ, ആ പ്രസ്ഥാനത്തിലൂടെ നാം നേടിയെടുത്ത നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും വളരെ വ്യക്തമായ അവബോധമുണ്ട് എന്ന് ചരിത്രകാരന്മാർ പോലും വ്യക്തമായി യാഥാർത്ഥ്യമാണ്. ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു പൊതുചിത്രം നമ്മളെടുത്താൽ കേരളീയ മുസ്ലിം ഉമ്മത്ത് എന്നും എപ്പോഴും അതിൽ നിന്ന് വേറിട്ട് നിൽക്കും എന്നത് നമ്മുടെ സംസ്കാരവും നമ്മുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നവോത്ഥാനവും ഒക്കെ കണ്ടാൽ ആർക്കും ബോധ്യമാണ്. എങ്ങനെ നമുക്കിത് ലഭ്യമായി എന്ന ചോദ്യത്തിന്റെ വളരെ വ്യക്തമായ മറുപടി മതബോധത്തിലൂടെ നമ്മൾ നേടിയെടുത്ത സംഘബോധം കൊണ്ടാണ് എന്ന് തീർച്ചയായും മറുപടി പറയേണ്ടി വരും. മറ്റൊരു കാരണം ചരിത്രാന്വേഷിക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം നമ്മുടെ കേരളം അത് വളരെ വ്യക്തമായി തെളിയിച്ചുകൊണ്ടിരിക്കുന്നു എന്നത്. മറ്റൊരു കാരണമോ അർത്ഥതലമോ തേടിപ്പോകേണ്ടതില്ലാത്ത വിധം നമ്മുടെ രാജ്യത്തിന്റെ മറ്റു മേഖലകളിലെ മുസ്ലിം സമൂഹത്തിന്റെ ചിത്രമൊന്ന് പഠിച്ചാൽ അത് ബോധ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ കേരളീയ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ ഒരു കാര്യം, ഈ സംഘബോധം കൊടുക്കുക എന്ന വലിയ ഒരു ഉത്തരവാദിത്വം നമ്മുടെ ചുമലിലുണ്ട്. ആ ഉത്തരവാദിത്ത നിർവഹണത്തിന് തടസ്സം നിൽക്കുന്ന ആളുകളെക്കുറിച്ച് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കടമയും നമുക്കുണ്ട്. ഇന്ന് കേരളത്തിന്റെ ഏത് മേഖലയിലെയും ഒരു ഗ്രാമപ്രദേശത്തെ നിങ്ങൾ പരിചയപ്പെട്ടു നോക്കൂ. അടിസ്ഥാനപരമായി അവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരോ അതുമായി ബന്ധമുള്ളവരോ അതിന്റെ അനുഭാവികളോ ആയിരിക്കുമെന്ന് തീർച്ച. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്നല്ലേ നമ്മൾ പഠിക്കേണ്ടത്? പടച്ചറബിന്റെ അനുഗ്രഹത്താൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ, അഥവാ അഷ്റഫ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് പ്രവഹിച്ചിരുന്നു എന്നാണല്ലോ ചരിത്രം വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ആ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധകരായി ഇവിടെ കടന്നു വന്ന ആളുകൾ നാട് നീളെ പള്ളികൾ നിർമ്മിച്ചുകൊണ്ടും ആ പള്ളികളിൽ ജനസമൂഹത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടും ഇസ്ലാമിക ഉമ്മത്തിന്റെ നവജാഗരണ പ്രക്രിയക്ക് നേതൃത്വം കൊടുത്തപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഇവിടെ. ആ മാറ്റങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിലെ മുസ്ലിം സമൂഹം മതത്തെ അറിയുകയും മതപരമായി വിവരം നേടുകയും ചെയ്തുകൊണ്ട് ഇൽമിന്റെ പ്രചരണം, അതിന്റെ പ്രസരണം വളരെ മനോഹരമായി വഹിക്കുന്ന അതിന് പ്രയോക്താക്കളായി. ആദ്യ കാലഘട്ടത്തിൽ മഖ്ദൂമുമാർ നിർവഹിച്ച സേവനം ചെറുതല്ല. ആദ്യമായി കേരളത്തിന്റെ പുറത്തുപോയി ഇൽമു പഠിച്ച് കടന്നു വന്നുകൊണ്ട് നമുക്കൊരു പാരമ്പര്യം സൃഷ്ടിക്കുമാർ പൊന്നാനിയിൽ ഒരു വലിയ പള്ളി ദർസ് സ്ഥാപിച്ചുകൊണ്ട് മഖ്ദൂം ഒന്നാമനും മഖ്ദൂം രണ്ടാം നമ്മുടെ ഈ കൊച്ചു കൈരളിക്ക് വലിയ വിജ്ഞാന കേന്ദ്രം സ്ഥാപിച്ചു കൊടുത്തുകൊണ്ട് ഏറ്റവും വലിയ സേവനത്തിന്റെ കേന്ദ്രമാക്കി അത് മാറ്റി. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മലബാറിൽ ഒരു മക്കള് അത് പൊന്നാനിയാണ് എന്ന് കുറിച്ചിടേണ്ടി വരും. പൊന്നാനിയിൽ വളർന്നു വന്ന ആ ദീനീ ഷിആർ ശരിക്കും നമ്മുടെ നാട് നീളെ പ്രചരിച്ചതും പ്രസരിച്ചതും
ആ പള്ളി ദർസിൽ ഓതി പഠിച്ച ബഹുമാന്യരായ മുതഅല്ലിമീങ്ങളുടെ സേവന ക്രിയ കൊണ്ടാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ദീനിന്റെ ഒരു പ്രചരണമായിരുന്നു നമ്മുടെ കേരളത്തിൽ. മറ്റു രാജ്യത്ത് എവിടെയും കാണാത്ത വിധം, ഇന്ത്യക്ക് പുറത്തു പോലും കാണാത്ത വിധം ജനകീയമായി മതം പഠിക്കുന്ന ഒരു സംവിധാനമായി നമ്മുടെ പള്ളി ദർസുകൾ മാറി. വലിയ ചെലവുകളില്ലാതെ കുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ട് വീടുകളിൽ ചെലവ് കൊടുത്ത് വലിയ ചെലവിൽ ഹോസ്റ്റൽ നടത്തുന്നതിന് പകരം വീടുകളിൽ അവർക്ക് ഭക്ഷണം ഒരുക്കിക്കൊണ്ടും പള്ളികളിൽ താമസമൊരുക്കിക്കൊണ്ടും കുറഞ്ഞ ചെലവിൽ ആർക്കും ഏറ്റെടുക്കുന്ന ഒരു സംവിധാനമായി പള്ളി ദർശനം ജനകീയമാക്കി കാണിച്ചു കൊടുത്തു മഖ്ദൂമി കാലഘട്ടം. അതുകൊണ്ട് കേരളത്തിൽ വളരെ മനോഹരമായി ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിക്കപ്പെട്ടു. ആ പ്രബോധന ദൌത്യം ഏറ്റെടുത്ത പണ്ഡിതന്മാർ ദീൻ എന്താണെന്ന് ഗ്രാമാന്തരങ്ങളിൽ വരെ പഠിപ്പിക്കാൻ സംവിധാനമുണ്ടാക്കിയിട്ട ഈ നാട്ടിൽ നിന്നും വിട പറഞ്ഞത് അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പുണ്യ സ്വഹാബത്തിന് എന്ത് പകർന്നു കൊടുത്തുവോ അത് ഓരോ ഭവനങ്ങളിലേക്കും എത്തിക്കത്തക്ക വിധമുള്ള പള്ളി ദർസിലെ കുട്ടികൾ, മുതഅല്ലിമീങ്ങൾ എത്രത്തോളം എന്ന് ചോദിച്ചാൽ ചെലവിന് വരുന്ന കുട്ടികളിൽ നിന്നും കിതാബ് ഓതി പഠിച്ച ഉവരെ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതകരമായ രീതിയിൽ ഇസ്ലാമിക വിജ്ഞാനം ഗ്രാമങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും എത്തിപ്പെടുന്ന ഒരു സംവിധാനമായി പള്ളി ദർസ് വളർന്നു. ആരതിനെ പഴഞ്ചനെന്ന് പറഞ്ഞാലും അതിന്റെ സ്വാധീനം ചെറുതായിരുന്നില്ല കേരളീയ ഉമ്മത്തിൽ. തീർച്ചയായും നമ്മളത് മനസ്സിലാക്കണം, അതിന്റെ ഗൗരവം മോഹിക്കണം. നമ്മൾ ആ പള്ളി ദർസിലൂടെ പ്രചരിച്ച ഈ ദീൻ മഖ്ദൂമി കാലഘട്ടത്തിൽ ശരിക്ക് ഗ്രാമത്തിലെത്തിയെന്ന് സമ്മതിക്കണമല്ലോ. അവര് പഠിച്ച, അവര് പ്രാവർത്തിക ഒരു ദീനുണ്ട്. മഖ്ദൂം ഈ ലോകത്തോട് വിട പറയുന്നത് ഹിജ്റ വർഷം 991. ഞാൻ ആ കണക്ക് പ്രത്യേകം എടുത്ത് ഉദ്ധരിക്കാൻ കാരണം രണ്ടാമത്തെ മഖ്ദൂം വിട പറയുന്ന സമയത്ത് ശരിക്കും ദീനിയായ ഒരു ഗ്രാമതലത്തിലേക്ക് എത്തിയെന്ന് സമ്മതിക്കണം. ദീൻ പഠിക്കുകയും പഠിപ്പിക്കാൻ യോഗ്യത നേടുകയും ചെയ്ത വലിയ ഒരു തലമുറ ഇവിടെ വളർന്നു വന്നു കഴിഞ്ഞിരുന്നു. ആ തലമുറയെ വെച്ചുകൊണ്ട് ദീൻ പ്രചരിപ്പിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മുടെ കേരളക്കരയിലെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥയിൽ എപ്പോഴാ മാറ്റം വന്നത്? ഒരു 350 കൊല്ലക്കാലം കേരളീയ മുസ്ലിം ഉമ്മത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആദർശത്തിൽ മഖ്ദൂമിന്റെ കാലഘട്ടത്തിന് ശേഷം രണ്ടാമത്തെ മഖ്ദൂം മരിച്ച് 3.5 നൂറ്റാണ്ട് കാലം. 3.5 നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ചെറിയ കാലഘട്ടമാണോ? ചിന്തിച്ചു നോക്ക് നിങ്ങൾ. 3.5 നൂറ്റാണ്ട് കാലം ഈ കൊച്ചു കേരളക്കരയിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായാന്തരവും ഉണ്ടായിട്ടില്ല. അന്ന് പഠിച്ചതും പകർത്തിയതുമൊക്കെ തെറ്റായി പോയിരുന്നോ? നമ്മുടെ കാരണവന്മാർ ചെയ്തതൊക്കെ തെറ്റായ ദിശയിലായിരുന്നോ പോയിരുന്നത്? 3.5 നൂറ്റാണ്ടുകൾക്ക് ശേഷം പിന്നെ അതാ വരുന്നു 920 ശേഷമുള്ള ഭിന്നത. ആ ഭിന്നതയ്ക്ക് കളമൊരുക്കിയ ഘട്ടത്തിലെ ആധുനികവാദികളെന്ന് അവകാശപ്പെടുന്ന ചില ആളുകളുടെ ചിന്തകൾ, അതിന്റെ തലപ്പത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ജമാലുദ്ദീൻ അഫ്ഗാനിയെയും മുഹമ്മദ് അബ്ദുവിനെയും റഷീദ് റിളയുമാണ്. അവരിലൂടെ കടന്നു വന്ന ഒരു പരിവർത്തനമായിരുന്നു നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടായിരുന്നത്. മഖ്ദൂമിങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം 3.5 നൂറ്റാണ്ട് കാലം ഒരുമിച്ചെന്ന മുസ്ലിമീങ്ങളിൽ പുതിയ ഭിന്നത വന്നപ്പോൾ അതൊരു പുതുമയായിരുന്നു. അതിന്റെ അപകടാവസ്ഥ വളരെ വ്യക്തമായി സമൂഹത്തിന് ബോധ്യമായി. എത്രത്തോളം എന്ന് വെച്ചാൽ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് കാലാന്ത്യം വരെ വരാനിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞിരുന്നു ഇവർ ചെയ്തതും അതേ പ്രവർത്തനമാണ്. പ്രാമാണികമായ രേഖകളെ മുഴുവൻ ധിക്കരിച്ചുകൊണ്ട് എത്രത്തോളം എന്ന് ചോദിച്ചാൽ അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നാട്ടില് നമസ്കാര സമയമാണ്. അതുകൊണ്ടാണ് ലൈവ് നമുക്ക് നിർത്തേണ്ടി വന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ലൈവ് നമ്മുടെ ക്ലാസ് റൂമിൽ എത്തിച്ചേരും. എല്ലാവരും സഹകരിക്കുക. വളരെ ശ്രദ്ധേയമായ ഒരു ലൈവ് തന്നെയാണ്. ആനുകാലിക വിഷയങ്ങളിലൊക്കെ ഒരുപാട് സൂചനകളടക്കം വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ വരും ദിവസങ്ങളിലൊക്കെ ഒരുപാട് ലൈവുകൾ നമുക്ക് വരാനിരിക്കുകയാണ്. ലൈവിന്റെ പൂരത്തിന് തന്നെ തിരികൊളുത്തിക്കൊണ്ട് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ജൈത്രയാത്ര വളരെ മനോഹരമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്തോഷ നിർഭരമായ സന്ദർഭം കൂടിയാണ് കേരള ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം. ഇന്നലെ നമുക്കറിയാം
2ഉം 3ഉം ലീവ് കൊടുത്തുകൊണ്ട് നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറന്ന് കയറുന്ന ഒരു അവസ്ഥ നാം കാണുകയാണ്. മുമ്പ് കാലങ്ങളിലൊക്കെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമുണ്ടായിരുന്ന നമ്മുടെ ക്ലാസ് റൂം വളരെ ഉയരങ്ങളിലെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണെന്ന്. എല്ലാം നല്ല രീതിയിൽ അവസാനിക്കുമ്പോൾ തീർച്ചയായും സുന്നത്ത് ജമാഅത്തിന്റെ പവ ഒന്നുകൂടി പരക്കാൻ കാരണമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. മറുവശത്ത് ആളുകളുടെ പൊള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുന്ന ആവേശജ്വലമായ ലൈവുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു ബോധ്യപ്പെടുത്തലിലൂടെ സത്യം മനസ്സിലാക്കുവാൻ കഴിയുന്നതിൽ വളരെ മനോഹരമായി തന്നെ ലൈവ് നമുക്ക് എത്തിച്ചു തന്നുകൊണ്ട് നമ്മുടെ ലൈവ് ടീം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തു പറയേണ്ട കാര്യം, ഒരു കാര്യലാഭമോ മറ്റുള്ളതോ ഒന്നും ലഭിക്കാതെ ലോക വിജയം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ലൈവ് എത്തിച്ചു തരുന്നത്. ഇതിനുവേണ്ടി ചിലവഴിക്കുന്ന സമയങ്ങളൊക്കെ ജോലി പോലും മാറ്റിവെച്ചുകൊണ്ടാണ്, വളരെ ദൂരം യാത്ര ചെയ്താണ് നമുക്ക് ഈ ലൈവ് എത്തിച്ചു തരുന്നത് എന്ന ഒരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് പലപ്പോഴും നെറ്റ് പ്രശ്നം കാരണമൊക്കെ നമുക്ക് DC അനുഭവപ്പെടുന്നതായി കാണുന്നുണ്ട്. അത്തരം സന്ദർഭത്തിലൊക്കെ വളരെയധികം ക്ഷമാപൂർവം ആത്മസംയമനം പാലിച്ചുകൊണ്ട് ലൈവ് ടീമിന് ആവേശവും പ്രോത്സാഹനം നൽകിക്കൊണ്ട് ലൈവ് ടീം എത്തിയിട്ടുണ്ട്. ഞാൻ മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പരിശുദ്ധ ഖുർആൻ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ മാത്രമല്ല നൽകിയിരിക്കുന്നത്, ആ ഖുർആന്റെ കൂടെ എനിക്ക് പലതും അല്ലാഹു നൽകിയിരിക്കുന്നു എന്ന് പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അലാ യൂശികു റജുലുൻ ശഅബാന അലാ അരീകതിഹി യഖൂൽ, വയറ് നിറച്ചുണ്ട് കട്ടിലിൽ കയറി നിന്നുകൊണ്ട് പറയുമെന്ന് പറഞ്ഞാൽ സൗകര്യമുള്ളപ്പോൾ പറയുമെന്നാണ്. ഒരാൾക്ക് സൗകര്യവും സംവിധാനവും വർദ്ധിക്കുമ്പോൾ അവർ വിളിച്ചു പറയുമെന്ന് ഹാദൽ ഖുർആൻ, നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കുക. ഫമാ വജത്തും ഫീഹി മിൻ ഹലാലിൻ ഫഅഹില്ലുഹു ഫമാ വജത്തും ഫീഹി മിൻ ഹറാമിൻ ഫഹരിമുഹു. ഖുർആനിൽ എന്തെങ്കിലും ഹലാൽ ഉണ്ടെങ്കിൽ അത് മുറുകെ പിടിച്ചോ, ഖുർആനിൽ ഹറാം ഉണ്ടെങ്കിൽ അത് ഹറാമാക്കിക്കോ. അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്നും ചിന്തിക്കണ്ട എന്നൊരു നയ നിലപാടിലേക്ക് പോകുന്ന ഒരു സമൂഹം ഇവിടെ വരും എന്ന് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു നിലപാടായിരുന്നു നമ്മുടെ കേരളക്കരയിൽ പുത്തൻ പ്രസ്ഥാനക്കാർ സ്വീകരിച്ചത്. ആ പുത്തൻ പ്രസ്ഥാനക്കാർ ഈ നിലപാട് സ്വീകരിച്ചപ്പോൾ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമാ ആലിമീങ്ങൾ സമത്വ കെട്ടിപ്പടുക്കുന്നതിന് മുമ്പ് തന്നെ പിൽക്കാലത്ത് സമസ്തയിൽ വന്ന മഹത്തുക്കളായ നേതാക്കൾ 920 മുതൽ 25 വരെ ഇവർക്കെതിരെ സമൂഹത്തിൽ ബോധനം നടത്തി. വളരെ വ്യക്തമായ ബോധന പ്രക്രിയ നിർവഹിച്ചുകൊണ്ട് അവർ സമൂഹത്തിൽ സേവനം നിർവഹിച്ചു. അവസാനം സംഘബോധത്തോടു കൂടിയല്ലാതെ ഇതിനെ എതിർക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, അള്ളാഹു ആ മഹാന്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ആ മഹാനുഭാവന്റെ മഹനീയ നായകത്വത്തിൽ അദ്ദേഹം തന്നെ ആലിമീങ്ങളെ വിളിച്ചുകൂട്ടി നമ്മുടെ കേരളക്കരയിൽ ഈ രീതിയിൽ സമൂഹത്തെ വ്യതിചലിപ്പിക്കുന്ന ആളുകളെ കുറിച്ച് സമുദായത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും സത്യം എന്തെന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുവാനും വളരെ വ്യക്തവും വ്യവസ്ഥാപിതവുമായ ഒരു സംഘടന രൂപീകരിച്ചു. ആ സംഘടനയാണ് സമത്വ കേരള ജംഇയ്യത്ത്. ആ സംഘടന രൂപീകരിച്ച് 1925 രൂപീകൃതമായി 26 മുതൽ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അതിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചു. ആ പ്രസ്ഥാനത്തെ കേരളീയ ജനത പരിചയപ്പെട്ടു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ സമത്വയുടെ ഏറ്റവും വലിയ ജനകീയമായ പ്രവർത്തനം അതിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനമാണ്. ഏത് ഗ്രാമത്തിൽ കടന്നു ചെന്നാലും ഒരു മദ്രസ, നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ദീൻ പഠിക്കാൻ മനോഹരമായ സംവിധാനവും സൗകര്യവും അതെവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. ആ സംവിധാനം കൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാതൃകയായി മതം പഠിച്ചു വളർന്നു. ഇന്നും ആ മദ്രസകൾ മനോഹരമായി പരിലസിച്ചു നിൽക്കുന്നു. കേരളത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും സമത്വക്കൊപ്പം നിൽക്കാൻ കാരണം സമത്വയുടെ സേവന മഹത്വം മാത്രമല്ല, ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ വിശുദ്ധി, അതിനെ കൊണ്ടു നടന്ന മഹത്തുക്കളായ നേതാക്കളുടെ വ്യക്തിവിശുദ്ധി. ഈ കാരണം കൊണ്ട് തന്നെ കേരളീയ മുസ്ലിം ഉമ്മത്തിൽ സമത്വക്ക് വലിയ സ്ഥാനം ലഭിച്ചു. സമത്വ എന്ന പേര് കേൾക്കുമ്പോഴേക്കും ഒരു ആദരവ്. ഈ ആദരവ് പിന്നീട് നമ്മുടെ സമൂഹത്തിൽ ചൂഷണം ചെയ്യാൻ കടന്നു വന്നൊരു വിഭാഗത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സഗൗരവം ചർച്ച ചെയ്യുന്നത്.
സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. 8 മണിക്ക് അവസാനിപ്പിക്കും, കാരണം മറ്റൊരു പരിപാടിയിൽ കൂടി പങ്കെടുക്കാനുണ്ട് ഒരുപാട്. അതുകൊണ്ട് വളരെ ചുരുക്കി മാത്രം ചില കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ആ സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയോട് നമുക്ക് കടപ്പാടുണ്ട്. അലിഫ് എന്ന അക്ഷരം നമ്മൾ പഠിച്ചുവെങ്കിൽ അതിന്റെ സംവിധാനം സമത്വം ഉണ്ടാക്കി തന്നതാണ്. നമ്മളൊക്കെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെ പരിചയപ്പെടുമ്പോൾ, അതുമായി ബന്ധപ്പെടുമ്പോൾ അതിന്റെ തലപ്പത്ത് നിൽക്കുന്നത് മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർകദ. ആ മഹാനുഭാവനാകട്ടെ സമീപിക്കുന്ന കാലത്ത് മുല്ലക്കോയ തങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, മുല്ലക്കോയ തങ്ങൾ മുഷാവറ രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ ആ സംഘത്തിൽ അംഗമായി 26ാമത്തെ മെമ്പറായി തന്റെ 26ാമത്തെ വയസ്സിൽ സമത്വക്ക് സേവനം ലഭിച്ച മഹാന. ആ മഹാനെ കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ വളർന്നത്. ആ മഹാനെ കണ്ടുകൊണ്ടാണല്ലോ കേരളത്തിലെ മുസ്ലിംകൾ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെ പഠിച്ചത്. അദ്ദേഹം കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്തൊരു വ്യക്തിത്വമായിരുന്നു. 100% വിശുദ്ധ ജീവിതം നയിച്ച ഒരു മഹൽ വ്യക്തിത്വം. ആ മഹാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഒരു ഭിന്നിപ്പുമായി ഒരു വിഭാഗം കടന്നു വരുന്നത്. ആ 6 പേരെ പുറത്താക്കപ്പെടാനുണ്ടായ സാഹചര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ രാഷ്ട്രീയമായി സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വ്യക്തമായ നയനിലപാട് അറിയാമായിരുന്നിട്ടും ബാഫഖി പൂക്കോയത്തങ്ങളുടെയും കാലത്ത് സമത്വ സ്വീകരിച്ചിരുന്ന ഒരു നിലപാടുണ്ട്. അതിന്റെ മുമ്പും സമത്വ സ്വീകരിച്ചിരുന്ന ഒരു നിലപാടുണ്ട്. സജീവ രാഷ്ട്രീയത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറയിൽ അംഗമായിരുന്നു. മാത്രമല്ല ബാഫഖി തങ്ങളുടെ പാണ്ഡികശാലയിൽ സമത്വയുടെ മുഷാവറ മെമ്പർമാർ അങ്ങോട്ട് ചെന്നുകൊണ്ട് പതംഗ മുഷാവറ ബാഫഖി തങ്ങളുടെ ഓഫീസിൽ ചേർന്നിട്ടുണ്ട്. കച്ചവട സ്ഥാപനത്തിൽ ചേർന്ന ചരിത്രമുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങൾ സമത്വ കേരള മുഷാവറയിൽ അംഗമായിരുന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അമരത്ത് പ്രസിഡന്റായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒന്നും ഉയരാത്ത ഒരു വാദം പുതുതായി ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ രാഷ്ട്രീയം കളിക്കാൻ SSF-നെയും അതുപോലെ തന്നെ സുന്നി യുവജന ഉപയോഗം ചെയ്തുകൊണ്ട് ഇന്ന് അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി എന്നറിയപ്പെടുന്ന മാന്യദേഹം നമ്മുടെ ഈ സംഘടനയിൽ പാളയത്തിൽ പടയുണ്ടാക്കിക്കൊണ്ടാണ് 1979 മുതൽ പ്രവർത്തനം ആരംഭിച്ചത്. ആഭ്യന്തര കലാപമുണ്ടാക്കിക്കൊണ്ട് ഈ കേരളക്കരയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഈ പ്രസ്ഥാനത്തിന്റെ ഉൾച്ചേരി ഇതിന്റെ ഉള്ളിൽ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു. ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അന്ന് ഈ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ നേതാക്കൾ വളരെ ഗൗരവത്തോടുകൂടിയാണ് അത് കണ്ടത്. വളരെ ഗൗരവത്തോടുകൂടിയാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തനത്തെ നോക്കിക്കണ്ടത്. ആ പ്രവർത്തനത്തെ നോക്കിക്കണ്ട സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ പലപ്പോഴും പല ശാസനകൾ ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓഫീസ് സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി നിർത്തേണ്ടി വന്നു? പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. എന്ത് കുറ്റം അദ്ദേഹം ചെയ്തു എന്ന് പരിശോധിച്ചാൽ ആദർശ രംഗത്ത് ചെയ്ത ഏറ്റവും വലിയൊരു വീഴ്ചയാണതെന്ന് കാണാൻ കഴിയും. ഖത്തറിൽ പോയി പണപ്പിരിവ് നടത്തുന്നതിന് വേണ്ടി ഞാൻ വരുന്നത് വരെ നമ്മുടെ ആധികാരിക പ്രസിദ്ധീകരണത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഒന്നും എഴുതാൻ ബഹുമാനപ്പെട്ട PK സാർ നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. അന്ന് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശ പ്രിയമുള്ളവരെ, ചെറിയൊരു ഓപ്പറേറ്റർ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ തന്നെ ലൈവ് എത്തിച്ചേരും. സഹകരിക്കുക. നമുക്കറിയാം, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുദീർഘമായ ഒരു പങ്ക് ആണ് നമ്മൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കും എത്തിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ ദൗത്യം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന് സാധ്യമാകുന്ന ഒരു മീഡിയയായി കേരള ഇസ്ലാമിക് ക്ലാസ് റൂം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരേ മനസ്സുള്ള ഒത്തിരി ആളുകളുടെ ഈ നല്ല കൂട്ടായ്മ ഒരുപാട് വേറിട്ട അനുഭവങ്ങൾ ശ്രോതാക്കൾക്കും ലോകത്തിന് തന്നെ പകർന്നു കൊടുക്കുന്നു. ഈ ഒരു പ്രവർത്തന ഗോതയിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ സേവനം ചെയ്യുന്ന ഇതിന്റെ അണിയറ പ്രവർത്തകർ, അതേപോലെ സാമ്പത്തിക അധ്വാന ഭാരങ്ങളൊക്കെ പങ്കിട്ട മുഴുവൻ ആളുകൾക്കും, അതേപോലെ നല്ല ശ്രോതാക്കൾക്കൊക്കെ അർഹമായ പ്രതിഫലം അല്ലാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഈ ഒരു പ്രമാദമായ വ്യാജവുമായി ബന്ധപ്പെട്ട് ക്ലാസ് റൂം നടത്തിയ ഇടപെടൽ മറുവശത്തുള്ള ആളുകൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, എന്നും ഓർത്തു വെക്കാനുള്ള ഒരു അനുഭവമായി ചർച്ച ചെയ്യുന്നിടത്ത് എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണിന്ന്. അതേപോലെ
കാരണം കൊണ്ടും വേറിട്ട ഒരുപാട് ലൈവ് കൊണ്ടും ക്ലാസ് കൊണ്ടൊക്കെ മറ്റുള്ള റൂമുകൾക്കൊക്കെ മാതൃകയായി കേരള ഇസ്ലാമിക് ക്ലാസ് റൂം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ജനബാഹുല്യം കൊണ്ടും ആശയത്തിന്റെ മഹിമ കൊണ്ടും ആദർശം കൊണ്ടും എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലനം എന്നോളം ഒരുപാട് പുതിയ ഐഡികളും നമ്മുടെ ക്ലാസ് റൂമിൽ നാം കാണുകയാണ്. തീർച്ചയായും നമ്മുടെ ക്ലാസ് റൂമിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചത് പ്രിയപ്പെട്ട ശ്രോതാക്കളാണ് എന്ന കാര്യം ഞങ്ങൾ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകും. അതുകൊണ്ട് തുടർന്നും സഹകരണവും സഹായങ്ങളൊക്കെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ശ്രോതാക്കളെ പ്രതീക്ഷിക്കുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള ലൈവായിരുന്നു നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. അവിടെ ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് മൈക്ക് വിട്ടതാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അവർ വരുന്നതായിരിക്കും എന്നറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും തന്നെ റൂമിൽ നിന്ന് പോകേണ്ടതില്ല. ഉസ്താദ് റൈസാൻ ചെയ്തുകൊണ്ട് നോർദീൻ തങ്ങളും റൈസാൻ ചെയ്തിട്ടുണ്ട്. മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫാരിസ്. മാഷാ അല്ലാഹ്, നാം ഇതുവരെ കണ്ണൂരിൽ നിന്നുള്ള വളരെ നല്ലൊരു ലൈവിലായിരുന്നു. ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനകം തന്നെ ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ഉസ്താദിന്റെ പ്രഭാഷണം നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. നാം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമുക്കറിയാം, സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ ഇപ്പോൾ വെറും ജമാഅത്തോ മുജാഹിദോ മാത്രമല്ല, സുന്നിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്ത് ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റീസുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തുടങ്ങിയ ആളുകൾ അവസാനം എവിടെ എത്തി? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഔദ്യോഗിക മുശാവറ യോഗം ചേർന്ന് അവിഷയത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ ഔദ്യോഗിക യോഗം വിളിച്ചപ്പോൾ ആദ്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കോടതിയിൽ ചോദ്യം ചെയ്തു. സമസ്തയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തു. ഒരു സംഘടനയുടെ നിലനിൽപ്പിനെ ആ സംഘത്തിന്റെ അണികളിൽപ്പെട്ട ആളുകൾ ചോദ്യം ചെയ്താൽ എങ്ങനെയുണ്ടാവും? ഈ യോഗത്തെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ചോദ്യം ചെയ്താൽ എങ്ങനെയുണ്ടാവും? സമസ്തയിലൂടെ വളർന്നു വരിക, അതിന്റെ മുശാവറ മെമ്പർ ആവുക, അതിന്റെ ജോയിന്റ് സെക്രട്ടറി ആവുക, അതിന്റെ വൈസ് പ്രസിഡന്റ് ആവുക, എന്നിട്ട് അവര് തന്നെ കൂടിയിട്ട് ഒരാളെ മുന്നോട്ട് നയിച്ചിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴുത്തിൽ കുടൽമാല അർപ്പിക്കാൻ ഒരാളെ തെരഞ്ഞെടുത്തല്ല ബുദ്ധിമുട്ടിയിട്ട്. ഒരു സാധു അതിന് മെനക്കെടണമല്ലോ, ഒരാളതിന് ബലിയാടാകണമല്ലോ. ഒരു സാധു മനുഷ്യനെ അതിന് ബലിയാടാക്കി. ആ മനുഷ്യൻ അതിന് ബലിയാടായി അയാൾ കേസ് കൊടുത്തു. ചരിത്രത്തിൽ ആദ്യമായി സമസ്ത മുശാവറ യോഗം ചേരരുത് എന്ന് ഔദ്യോഗികമായി കോഴിക്കോട് മുനിസിപ്പൽ കോടതി ഉത്തരവിട്ടു. അനുഭവം 1988 ഡിസംബർ 1 വരെ ഉണ്ടായിട്ടില്ല. 1988 ഡിസംബർ 1-നാണത്. കണ്ണിയത്ത് ഉസ്താദ് വേദനിച്ച ദിവസം വാഴക്കാട്ടേക്ക് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ മുശാവറക്ക് കൂട്ടാൻ ആൾ വരുന്നു. അദ്ദേഹം വരുന്നു. സ്റ്റേ ഉത്തരവ് കിട്ടിയെന്നറിഞ്ഞപ്പോൾ കണ്ണിയത്ത് പോയി. കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട കെ ടി മാനു മുസ്ലിയാരും അഭിവന്ദനായ സി എച്ച് ചൈതന്യ മുസ്ലിയാരും ചെന്നപ്പോ അവരെ കണ്ടപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പൊട്ടിക്കരഞ്ഞു. കണ്ണിയത്ത് ഉസ്താദ് കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സമസ്തക്കെതിരെ കേസ് കൊടുത്തുവല്ലേ, നമ്മൾക്കിനി യോഗം ചേരാൻ കഴിയില്ലല്ലേ, ഇനി എങ്ങനെയാണ് ദീൻ നടത്തുക? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സമസ്ത കേരള ജംഇയ്യയുടെ സ്റ്റേ ഉത്തരവ് കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞ രംഗം നിങ്ങൾ ഓർത്തു നോക്ക്. സ്വകാര്യ ജീവിതത്തിൽ ഒരു പക്ഷേ കണ്ണിയത്ത് ഉസ്താദ് ചിരിച്ചിരിക്കാം, കരഞ്ഞിരിക്കാം. സമസ്തക്ക് വേണ്ടി ഒരു പക്ഷെ ആദ്യമായി കരഞ്ഞത് ഈ പ്രസ്ഥാനത്തെ കോടതിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് സ്റ്റേ ഉത്തരവ് സമ്പാദിച്ചപ്പോഴായിരിക്കാം. വേദനയോടുകൂടിയായിരുന്നു കണ്ണിയത്തിന്റെ ആ സന്ദർഭത്തിലെ സംസാരം. മാനു മുസ്ലിയാരും സി എച്ച് ചൈതന്യ മുസ്ലിയാരും പറഞ്ഞു, നമുക്ക് ജനങ്ങളോട് കാര്യം പറയാം. അങ്ങനെയാണ് കോഴിക്കോട്ടും അതുപോലെ തന്നെ മലപ്പുറത്തും 2 യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. ആ 2 യോഗത്തിലും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് തുറന്നു പറഞ്ഞൊരു വാക്കുണ്ട്, സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ അള്ളാഹു മുഖം കെടുത്തട്ടെ.
അതെല്ലാവർക്കും ബാധകമാ. തുടക്കം കേസ് കൊടുത്ത ആളിൽ നിന്ന് തന്നെ തുടങ്ങി. പറയാമോ എന്നെനിക്കറിയില്ല, സ്വകാര്യമായി നിങ്ങളൊന്ന് അന്വേഷിച്ച് വന്നാൽ മതി. ആ കേസ് കൊടുക്കാൻ വിധിക്കപ്പെട്ട സാധു മനുഷ്യൻ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, അയാൾ മരിച്ചു കിടന്നിരുന്ന രംഗം ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരൂ നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഒരസ്വാഭാവികമല്ലത്. ശരിക്കും എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ഭുതം. കണ്ണിയത്തിന്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ആ കിടത്തവും, ഞാനത് വിശദീകരിച്ച് പറയാതിരിക്കുന്നത്, ഒരു അബദ്ധം അദ്ദേഹത്തിന്റെ കയ്യിൽ പറ്റിപ്പോയി. മരിച്ച മനുഷ്യനെ കുറിച്ച് നന്മയെ പറയാവോ, പടച്ചറപ്പ് പുറത്തു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം ബലിയാടാവുകയായിരുന്നു. അവിടുന്ന് പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം, അവിടുന്ന് പഠിക്കേണ്ട പാഠം, ഈ കേരളക്കരയിലെ മുസ്ലിംകളുടെ നവോത്ഥാനത്തിന്റെ നൗകയായ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെ കേവലം ഒരു റസീവറ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, കണ്ണിയത്തിൽ വിശ്വാസമില്ല, ശംസുലമയിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയുടെ പ്രേരണയ്ക്ക് വിധേയനായി മറ്റൊരാൾ കേസ് കൊടുക്കാൻ പോകാൻ പാടുണ്ടോ? ആ കേവലം ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം സകല വ്യാജങ്ങളെയും പിന്തുണച്ചുകൊണ്ട് എന്തിനാ ഒരു കൂട്ടരിയിരിക്കുന്നത്? എറിഞ്ഞു തരുന്ന അപ്പക്കഷ്ണത്തിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ട് ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണോ നിങ്ങൾ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെ വളർത്തിയത്? സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണോ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെ വളർത്തിയത്? ഈ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഇല്ലായ്മയിൽ നിന്ന് വളർന്ന് സമ്പത്ത് കൊണ്ട് വളർന്ന് പന്തലിച്ചതല്ല. അതുകൊണ്ട് തന്നെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ നേതൃനിരയിൽ ആരെങ്കിലും പിൽക്കാലത്ത് കടന്നു വന്നുകൊണ്ട് പണമെറിഞ്ഞുകൊണ്ട് ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ, സത്യം പറയാൻ ആ പണക്കൊടുപ്പ് തടസ്സമായി കൂടെ നിൽക്കുന്ന ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ ഖേദിച്ചു മടങ്ങേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ അലയൊലികളല്ലേ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം വന്നതിന്റെ ശേഷമാണ് ഈ രാഷ്ട്രീയ, അദ്ദേഹം വന്നതിന്റെ ശേഷമാണ് ഈ സമ്മേളനം നടക്കുന്നത്. എത്രത്തോളം കേരളത്തിന്റെ പൊതുസമൂഹം വീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സമ്മേളനം നടന്നാൽ ഭിന്നിപ്പുണ്ടാകുമെന്ന കണ്ടാൽ അത് വേണ്ടെന്ന് വെക്കലല്ലേ ശരി? ആ ഒറ്റ കാരണം കൊണ്ടല്ലേ കേരളീയ മുസ്ലിം ഉമ്മത്തിൽ ഐക്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ച, ഒരുമയ്ക്ക് വേണ്ടി മാത്രം നിലകൊണ്ട പാണക്കാട്ടെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന ഉജ്ജ്വല വ്യക്തിത്വം അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അദ്ദേഹം ആ ദിവസം ഈ സമ്മേളനത്തിന് മുമ്പ് സമത്വ തീരുമാനമെടുത്തപ്പോ വളരെ വ്യക്തമായി സമ്മേളനത്തിന് ആളുകൾക്ക് മുമ്പ് ആ സമ്മേളനം നടത്തരുത് എന്ന് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ 1989 ജനുവരി മാസം 16 മുഷാവറ ഔദ്യോഗിക തീരുമാനമെടുത്തപ്പോ പിറ്റേ ദിവസം തങ്ങൾ പറഞ്ഞല്ലോ, ആ സമ്മേളനത്തിന് ആരും പോകേണ്ട. എന്താ ശിഹാബ് തങ്ങൾ പറയാൻ കാരണം? വിരോധമുണ്ടായത് കൊണ്ടല്ല. ആ ഒരു സമ്മേളനം കൊണ്ട് കേരളത്തിലെ മുസ്ലിംകളിൽ ഭിന്നിപ്പുണ്ടാകുമോ എങ്കിൽ അതിന് പോകരുത്. അതായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നയം. ആ സമ്മേളനത്തെ പ്രോത്സാഹിപ്പിച്ചതാരാ? ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം. അവർക്കതിന് നേട്ടമുണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി ദേശാഭിമാനി ദിനപത്രത്തിൽ CP അച്യുതൻ സമ്മേളന പ്രമേയത്തെക്കുറിച്ച് ഒരു ലേഖനം എഴുതി. നിങ്ങൾ ആരെങ്കിലും ഇക്കാലമായിട്ട് കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മതസംഘടനയുടെ സമ്മേളന പ്രമേയത്തെക്കുറിച്ച് ആ പത്രത്തിൽ ഒരു ലേഖനം വരുന്നത്? അവരെ പ്രോത്സാഹിപ്പിച്ചു. അവർക്ക് മനസ്സിലായി, മുസ്ലിം ഉമ്മത്തിലെ ഈ വിഭാഗത്തെ നമുക്ക് കിട്ടിയാൽ അത് വോട്ടാക്കി മാറ്റി മുന്നോട്ട് പോകാൻ കഴിയും, എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടിക്കാൻ ഈ മുസ്ലിയാരെയും കൂട്ടരെയും ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ആ സമീപനം സ്വീകരിച്ചത്. അതിനവരെ കുറ്റപ്പെടുത്തിയിട്ട് ഫലമില്ല, അവരുടെ രാഷ്ട്രീയ തന്ത്രമാണ്. പക്ഷേ അവരുടെ കയ്യിൽ കുടുങ്ങിപ്പോയ ഇദ്ദേഹത്തെ തീർച്ചയായും നമ്മൾ അതിന് കുറ്റപ്പെടുത്തേണ്ടതല്ലേ? കാരണം അതിനുവേണ്ടിയല്ലല്ലോ ഈ മതസംഘടന രൂപീകരിച്ചത്. ഈ ഭൗതിക പ്രസ്ഥാനത്തിന്റെ കയ്യിലെ പാവകളായി കളിക്കാൻ വേണ്ടിയല്ലല്ലോ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. അതിന്റെ ശേഷം അയാൾക്ക് സംഭവിച്ച മാറ്റങ്ങളെ കുറിച്ച് പഠിച്ചു നോക്ക് നിങ്ങൾ. കൂടെ നിൽക്കുന്നവർക്ക് ഒപ്പിച്ചു നിൽക്കും. ഇന്ത്യയിലെ മുസ്ലിം പ്രശ്നങ്ങളിൽ, നിർണായക മുസ്ലിം പ്രശ്നങ്ങളിൽ ഓരോന്നെടുത്ത് പഠിച്ചു നോക്കൂ. നിർണായക മുസ്ലിം പ്രശ്നത്തിൽ അദ്ദേഹം എവിടെ നിന്നു? ബാബരിപ്പള്ളിയുടെ പ്രശ്നം ഇവിടെ കത്തിജ്വലിച്ച സന്ദർഭമില്ലായിരുന്നോ? ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്നല്ല ബാബരിപ്പള്ളി. ആ ബാബരിപ്പള്ളി വിഷയത്തിൽ നമ്മളൊക്കെ അത് വിശദീകരിച്ച് നടക്കുമ്പോ, സമത്വ കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ജാഥ നയിക്കുമ്പോ, നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോ, ആ സന്ദർഭത്തിൽ അയാൾ പറഞ്ഞ വാചകം എന്താണ്? ബാബരിപ്പള്ളിയല്ല പ്രശ്നം, പാലപ്പറ്റ പള്ളിയാണ് പ്രശ്നമെന്നാ പറഞ്ഞത്. പഴയ കാരണവന്മാർക്ക് ഓർമ്മയുണ്ടാകും. പാലപ്പറ്റയിൽ ഒരു സുന്നിപ്പള്ളി ചില വിഭാഗം പിടിച്ചടക്കിയിരുന്നു. ആ പള്ളി തിരിച്ചു കിട്ടണം, അതാണ് വിഷയം. നമ്മൾ തമ്മിലുള്ള ആഭ്യന്തര ഭിന്നിപ്പിന്റെ പേരിൽ അങ്ങോട്ടമായൊരു പള്ളി, ഒരു പാലപ്പറ്റ പള്ളി പിടിച്ചടക്കി മഹല്ലത്തിൽ പ്രശ്നമുണ്ടാക്കി കേരളത്തിൽ ചില ആളുകൾ. അത് മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ ഒരു പള്ളി പിടിച്ചടക്കിയിരുന്നു. ആ വിഷയം ഇത് പറഞ്ഞ ആളുകൾ ആ പള്ളി പ്രശ്നമാണ് ഏറ്റവും വലിയ പള്ളി പ്രശ്നമെന്ന് പല സ്ഥലത്തും പ്രസംഗിച്ചു. അവിടെ പത്രത്തിൽ പോലും എഴുതി. ബാബരി പള്ളി പ്രശ്നത്തെ ചെറുതാക്കി കാണിക്കുകയും ഈ ആഭ്യന്തര പ്രശ്നത്തെ വലുതാക്കി കാണിക്കുകയും ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളുടെ മാറി നിന്നു. അത് കഴിഞ്ഞപ്പോ ശരീഅത്ത് സംരക്ഷണ കാലഘട്ടത്തിലെ ചിത്രവും ഒന്ന് നോക്ക് നിങ്ങൾ. ഇന്ത്യ മഹാരാജ്യത്ത് ശരീഅത്ത് സംരക്ഷണ കാലഘട്ടം അതിന്റെ മുമ്പ് നടന്നതല്ലേ? ആ ശരീഅത്ത് കാലഘട്ടത്തിന്റെ ചിത്രം ഒന്ന് ഓർത്ത് നോക്ക്. അന്ന് അദ്ദേഹം എന്താ സമീപനം സ്വീകരിച്ചത്? നേരത്തെ ഇവിടെ ബാപ്പു മുസ്ലിയാർ സൂചിപ്പിച്ചു, മുസ്ലിം കൂട്ടായ്മയിലുണ്ടായോ? നിർണായകമായ ആ മുസ്ലിം കൂട്ടായ്മയിൽ അയാൾക്ക് കൂടാനും അതിന്റെ കൂടെ നിന്നുകൊണ്ട് സഹായങ്ങളും സഹകരണങ്ങളും നൽകുവാനും സാധിച്ചോ? അതുപോലെ നിങ്ങൾ നോക്കൂ, ഈ കേരളക്കരയിലെ മുസ്ലിങ്ങളെ പൊതുവായി ബാധിച്ച മറ്റൊരു പ്രശ്നമായിരുന്നല്ലോ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്ന പാഠപുസ്തകത്തിലെ ഒരു പ്രശ്നം. ആ പാഠപുസ്തക പരിഷ്കരണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പരിഷ്കരണം കൊണ്ടുവന്ന് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി ഇരുത്തുന്ന അവസ്ഥ വരെ നമ്മുടെ സമൂഹത്തിലുണ്ടായി. നിരീശ്വരത്വം പഠിപ്പിക്കുകയും
അതിനുവേണ്ടി ഉപപാഠ പുസ്തകങ്ങളും അതുപോലെ തന്നെ കൂടുതൽ വായനയ്ക്ക് പുസ്തകങ്ങളും കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പഠിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് സ്കൂളുകളെ തരം താഴ്ത്തുകയും ഇടകലർത്തിയിരുത്തിക്കൊണ്ട് നമ്മുടെ കൾച്ചർ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ കുട്ടികളെ ഈ രീതിയിൽ മനസ്സ് മാറ്റിയെടുക്കുന്ന അവരുടെ മനസ്സ് മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ മാറ്റുന്ന ഒരു സമീപനത്തിലേക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരന്റെ പ്രവർത്തനം ഉണർന്നപ്പോൾ അതിനുവേണ്ടി ഈ സമൂഹം വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് മുസ്ലിം കൂട്ടായ്മയുണ്ടാക്കി. ആ കൂട്ടായ്മയിൽ പങ്കുകയോ ആ പ്രശ്നത്തിൽ പ്രതികരിക്കുകയോ ചെയ്യാതെ മൗനം പാലിച്ചുകൊണ്ട് മാറി നിന്നുകൊണ്ട് അന്നത്തെ ഭരണകൂടത്തിന്റെ ആനുകൂല്യത്തിന്റെ അപ്പക്കഷ്ണങ്ങൾ തേടിപ്പോയ ആളുകൾ അന്നത്തെ മുസ്ലിം കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നില്ല, മുസ്ലിം സമൂഹത്തിന്റെ കൂടെ നിന്നിട്ടില്ല. ഇന്നിപ്പോ നിങ്ങൾ നോക്ക്, മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹപ്രായ പ്രശ്നം വന്നപ്പെടും അവരുടെ സമീപനം എന്താണ്? നിർണായക മുസ്ലിം പ്രശ്നത്തിലൊന്നും അവർ കൂടെ ഉണ്ടാവില്ല. അതുപോലെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പലപ്പോഴും കോട്ടിക്കോട്ട് വിളിച്ചുകൂട്ടി മാസം ഉറപ്പിക്കുന്നത് ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്തിനാ അങ്ങനെ ഒരു ഒന്നിപ്പിക്കലുണ്ടായത്? മാസം പണ്ടേ ഇവിടെ ഉറച്ചതും ഉറപ്പിക്കുന്നതുമാരാ? കോഴിക്കോട് ഖാദിമാരും പാണക്കാട്ട് തങ്ങളും അവരൊരുമിച്ച് കൂടും, അങ്ങനെ മാസം ഉറപ്പിക്കും. ആ മാസം ഉറപ്പിക്കലിൽ ഇടയ്ക്ക് ചാടിക്കേറി വന്നുകൊണ്ട് പുതിയ മാസം ഉറപ്പിക്കലുകാർ ഇവരാ ഈ സമൂഹത്തിൽ വന്നുകൊണ്ട് നമ്മുടെ മഹല്ലത്തിലെ മദ്രസയിലെ അതുപോലെ തന്നെ ഓരോ സ്ഥാപനങ്ങളിലെ പ്രശ്നമുണ്ടാക്കാൻ കാരണക്കാരായ ഇവര് തന്നെയായിരുന്നു ഈ മാസം ഉറപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കിയത്. ഈ കൊലപാതകത്തെക്കാൾ ഗൗരവമാണതെന്നല്ലേ പറഞ്ഞത്? കൊലപാതകത്തെക്കാൾ ഗൗരവമല്ലേ അത്? പള്ളിയിൽ മൂത്രമൊഴിച്ചവനെ പോലും പരിശുദ്ധ പ്രവാചകർ വെറുതെ വിട്ടത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണെങ്കിലും പഠിക്കണം നമ്മൾ. അതേ പരിശുദ്ധ പ്രവാചകർ വേദനിപ്പിച്ചവരെ, ഉറമ്പിനെ കടിച്ചവരെ ശാസിച്ച പ്രവാചകർ, ഒരു പാവം മൃഗത്തെ ചാപ്പ കുത്തിക്കൊണ്ട് അതിന് ഒരു പ്രത്യേക അടയാളം വെച്ചവരല്ല, അവനെ ശപിച്ചുകൊണ്ട് പരിശുദ്ധ പ്രവാചകർ വാചകം പറഞ്ഞു. ജീവി പോലും വേദനിപ്പിച്ചവരെ ഈ സമൂഹത്തിൽ വളരെ ഗൗരവത്തോടെ ശാസിച്ചുകൊണ്ട് പാഠം കൊടുത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു. മൻ ഫറഖ അംറ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ആര് ഭിന്നിപ്പുണ്ടാക്കിയാൽ, ഈ സമുദായത്തിൽ ആരെങ്കിലും ഭിന്നിപ്പുണ്ടാക്കിയാൽ ഫദ്രിബൂഹു ബിസ്സൈഫ്. ഞാൻ അതിന്റെ അർത്ഥം കണ്ണൂരിലായതുകൊണ്ട് പറയുന്നില്ല, നിങ്ങൾക്ക് ഓർക്കാൻ കഴിയും. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു ഫദ്രിബൂഹു ബിസ്സൈഫ് കായിനം മൻ കാൻ, കായിനം മൻ കാൻ, ആരാണെങ്കിലും ശരി അവനെ അങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ചുമതല. എന്താ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? സമുദായം അത്രയും വലിയ ഗൗരവമുള്ള വിഷയ. ഭിന്നത വലിയ അപകടമാണ്. നല്ല നിലക്ക് പോകുന്ന മദ്രസക്ക് നടുക്ക് ചുമര് വെച്ച് ദർസ് പൂട്ടിച്ച് കൊലപാതകങ്ങൾ ഈ സമൂഹത്തിലുണ്ടാക്കി, കുടുംബ ചിത്രതയുണ്ടാക്കി, നാട് നീളെ ഈ ഭിന്നിപ്പിന് കാരണക്കാരായ ആളുകൾ അവർക്ക് ഈ സമൂഹത്തിൽ നടക്കുന്ന സകല ഫിത്നയുടെയും ഒരു പങ്ക് ഏൽക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? കാബീലിന്റെ കഥ പറഞ്ഞു അത്ര ഇവിടെ ഏറ്റവും വലിയ കൊലപാതകത്തിന്റെയും അപകടത്തിന്റെയും അപമാനവും നിങ്ങളും നിങ്ങളുടെ നേതാവും പേരേണ്ടി വരുമെന്ന കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിന് തർക്കമില്ല. ആരെയാ നിങ്ങൾ പഠിപ്പിക്കുന്നത്? സമത്വയുടെ മദ്രസ മര്യാദക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ബാപ്പയും ഉപ്പാപ്പയും പഠിച്ചത് ആ സിലബസാ, നമ്മളും പഠിച്ചതാ. എന്തേ ആ സിലബസിന് കുഴപ്പം? ആ സിലബസിൽ എവിടെയെങ്കിലും ഒരു തർക്കമുണ്ടെങ്കിൽ പറ, ആ സിലബസിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നെങ്കിൽ പറ. വീഴ്ചയില്ലാത്ത കൊണ്ട് നിങ്ങൾ ശിവകാശിയിൽ കൊണ്ടുപോയി പുസ്തകം കട്ടടിച്ചത്. ആ പുസ്തകം കട്ടടിച്ചു കൊണ്ടുവന്നപ്പോ അത് പിടിക്കപ്പെട്ടപ്പോ നിങ്ങൾക്ക് സിലബസ് പറ്റില്ല, അപ്പൊ സിലബസ് മാറ്റണം. പുസ്തകം പിടിക്കപ്പെട്ടപ്പോ സിലബസ് പറ്റില്ല, അതുവരെ സിലബസ് പറ്റും. ഈ രീതിയിൽ മുസ്ലിം ഉമ്മത്തിന്റെ ആഭ്യന്തരമായ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നല്ല നിലക്ക് നടക്കുന്ന പുസ്തകം, ആ പുസ്തകം ഇവര് കൊണ്ടുപോയി കട്ടടിച്ചിട്ട് അവർ കോടതിയിൽ വിളിച്ചു പറയുന്നത് മതപാഠമാർക്കും കട്ടടിക്കാം. ജസ്റ്റിസ് രാംകുമാർ ചോദിച്ചു, ആ പുസ്തകത്തിന്റെ പുറത്ത് എഴുതിയിട്ടില്ല കൂട്ടരെ, ഇത് പ്രിന്റ് ചെയ്യാൻ സമത്വ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് മാത്രമേ അധികാരമുള്ളൂ, നിങ്ങൾ വിദ്യാഭ്യാസ ബോർഡല്ലല്ലോ, പിന്നെ ആർക്കും പ്രിന്റ് ചെയ്യാമെന്ന് എന്തർത്ഥത്തിലാ പറയുന്നത്? അതിന് കോടതി ഉപയോഗിച്ചൊരു പദമുണ്ട്, റാദർ ക്യൂരിയസ്. അത് പരിഭാഷപ്പെടുത്തിയാൽ അർത്ഥം എന്താണെങ്കിലും ശരി, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തലയെക്കെട്ട് കെട്ടി നുണ പറയണ്ടെന്നല്ല അതിന്റെ അർത്ഥം. അതല്ലേ എന്റെ അർത്ഥം? ആ രീതി അത് അത്ഭുതമാണെന്നൊരു കോടതി പറയാം. ഏത് പുസ്തകം ഒരു 15 റുപ്യയുടെ 10 റുപ്യയുടെ കടലാസ് പരപ്പനങ്ങാടി നിറക്കിയാലും അതിന്റെ പുറത്തുണ്ടാവും ഇത് അടിഫാനോ അടിഫിഫാനോ പാടില്ലാത്തതാവുന്നുണ്ടാവും. അതറിയില്ല ഇവർക്ക്. അത് കണ്ട് പഠിച്ച ആൾക്കാരല്ലേ. എന്നിട്ട് അത് കണ്ടിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇത് ആർക്കും അടിക്കാമെന്ന് കോടതിയിൽ വങ്കത്വം എഴുന്നള്ളിച്ചപ്പോ ജഡ്ജി നേരെ ചോദിച്ചു, അത് വിഡ്ഢിത്തമാണ് നിങ്ങൾ പറയുന്നത്, ഇതിന്റെ പുറത്ത് തന്നെ പ്രസാധകരെ കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കോടതിയുടെ ആക്ഷേപം. ഞാൻ ചോദിക്കട്ടെ, ഇന്നേ വരെ അത്തരത്തിൽ പണ്ഡിത വേഷം ധരിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാകുന്നവരെ ഇകഴ്ത്തുന്ന എന്തെങ്കിലും ഒരു പരാമർശം സമത്വക്കെതിരെ കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? പറ നിങ്ങൾ. എന്താ കാരണം? അത് സമത്വ കേരള ജമ്മിയത്തിനുടെ കറാമത്ത കണ്ണിയത്ത് മുഖത്തട്ടെ എന്ന് പറഞ്ഞില്ലേ? അവര് കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് അന്ന് പറഞ്ഞത് അപ്തും പിത്തുമാണെന്നാണ്, ആരോ പറഞ്ഞു തന്നതാണെന്നാണ്. മലപ്പുറത്ത് വെച്ച് കണ്ണിയത്ത് ഉസ്താദ് തുറന്നു പറഞ്ഞില്ലേ, എനിക്കാരും പറഞ്ഞു തന്നതല്ല, ഞാൻ തന്നെ പറയുന്നു. സമത്വ കേരള ജമ്മിയത്തിനുമൊക്കെതിരെ കേസ് കൊടുത്തവർ അല്ലാഹു മുഖം കെടുത്തട്ടെ. മാത്രമല്ല കണ്ണിയത്ത് ഉസ്താദ് കൂടി പറഞ്ഞു, അവരെയും ഒരു അഹ്ലുകാരെയും ഒന്നും അല്ലാഹു ഖൈറിന്റെ അഹ്ലുകാരാക്കാതിരിക്കട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ പ്രാർത്ഥിച്ചത് പലപ്പോഴും കേട്ടു.
ആ മഹാനായ മനുഷ്യൻ കയറുന്ന സ്ഥലത്തൊക്കെ ഇവരെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരേണ്ട ഗതികേട് എന്തുകൊണ്ടുണ്ടായി? അതാണ് നമ്മൾ പഠിക്കുന്ന നിഷ്കളങ്ക ഹൃദയനായ കണ്യത്ത് ഉസ്താദിനെ പോലും കുറ്റപ്പെടുത്തിയവര്. ആ രീതിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹോന്നത നേതാക്കൾക്ക് സമൂഹത്തിലുള്ള മതിപ്പ് പോലും കളഞ്ഞു കുളിക്കത്തക്ക രീതിയിൽ അങ്ങനെ ചെയ്ത പ്രവർത്തനത്തിന്റെ പരിണിത ഫലം എന്തായി? സമുദായത്തിന്റെ എതിർചേരികളുള്ള ആളുകൾക്ക് ഇവർ സ്വീകാര്യരായി. ഇപ്പൊ നരേന്ദ്രമോദിക്ക് അതുപോലെ തന്നെ ബിജെപിക്ക് ഇദ്ദേഹം സ്വീകാര്യനാണ്. എന്താ കാരണം? നരേന്ദ്രമോദിയുടെ സഹായം ബിജെപിയുടെ പുകഴ്ത്തലുകൾക്ക് വിധേയമാകാനും ഒരു പണ്ഡിതൻ കടന്നു വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? നമ്മള് ഈ ശരീഅത്ത് പ്രശ്നത്തിൽ അഥവാ പെൺകുട്ടികളുടെ വിവാഹപ്രായ പ്രശ്നത്തിൽ അദ്ദേഹം വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാ? ഇസ്ലാമിന്റെ ശത്രുക്കളെ സന്തോഷിപ്പിക്കുക, പൊതുധാരയിൽ നിൽക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. ആ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ഒരു പണ്ഡിതന്റെ പരിവിട്ടുകൊണ്ട് പെരുമാറുമ്പോ ഈ പണ്ഡിത വേഷം ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നും നോക്കുക. നിങ്ങൾ പണമുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യും. സരിത ചെയ്തു, സോളാർ കേസിൽ എന്തൊക്കെ സരിത ഉണ്ടാക്കി ഇവിടെ. അതുപോലെ തന്നെ അഡ്മിഷൻ തട്ടിപ്പിൽ ഒരു പെണ്ണ് എന്തൊക്കെ ഉണ്ടാക്കി ഇവിടെ. അതുപോലെ തന്നെയല്ലേ ഈ സമൂഹത്തിൽ നിക്ഷേപ തട്ടിപ്പിലൂടെ ഇദ്ദേഹത്തിന്റെ പണ്ഡിത വേഷധാരിയും ഉണ്ടാക്കിയത്. ഇവര് മൂന്നാളും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ട് പെണ്ണും ഒരാണും എന്ന വ്യത്യാസമല്ലേ ഉള്ളൂ. ഒന്നിന് പണ്ഡിത വേഷമുണ്ടെന്നല്ലോ. നൂറായിട്ട് എന്താ കാര്യം? ഇൽമിന്റെ നൂറ് വേണ്ടേ? വേഷം മതിയോ? ഇൽമിന്റെ നൂറ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മഹദൂം തങ്ങൾ വിളക്ക് വെച്ച് കാണിച്ചു കൊടുത്തു. അൽ ഇൽമു നൂറുന്നത് നൂറാറ് പ്രകാശമാ. അത് സമൂഹത്തിന്റെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുന്ന ഒരു ഇൽമിന്റെ പ്രഭ. അൽ ഇൽമു നൂറുൻ തുംഫഖു ലാ മസാഇഹു. അത് പകർത്തപ്പെടുന്ന ഒരു ആത്മീയ പ്രകാശമാണ്, പകർത്തി എഴുതുന്ന മസാലകളാണ്. ഈ രീതി നമ്മുടെ സമൂഹത്തിന് മഹത്തുക്കൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ ഇൽമു അത് പകർത്തി സമൂഹത്തിന് പകർന്നു കൊടുത്ത ആലിമീങ്ങളെ ധിക്കരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പുതിയൊരു സംസ്കാരം കൊണ്ടുവന്ന ആളുകൾ എത്ര മഹല്ലത്തുകളിൽ പ്രശ്നമുണ്ടാക്കി. സകല പ്രശ്നത്തിന്റെയും ഉത്തരവാദികൾ ഇവിടെ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇന്നേ വരെ ഈ നിമിഷം വരെ അവരുടെ സ്ഥാപനത്തിലേക്ക് അങ്ങോട്ട് കടന്നു കയറി സംഘടനാപരമായി നമ്മുടെ ഒരു ആക്രമിക സ്വഭാവം കാണിക്കുന്നത് ഈ സമൂഹത്തിന് കേൾവിയില്ലാത്തൊരു വസ്തുതയാണ്. നമ്മുടെ സമൂഹത്തിന് അങ്ങനെ ഒരു സമീപനമില്ല. അപ്പൊ നിങ്ങൾ ഒരുപാട് മുഅല്ലിമീങ്ങളുണ്ടല്ലോ. ഞാൻ എന്റെ വേദികളിൽ പലപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, പലരും വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഈ ഇരിക്കുന്ന മുഅല്ലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, മുദരിസുമാർ ആത്മാർത്ഥമായി നിങ്ങളൊന്ന് നെഞ്ചത്ത് കൈവച്ച് പറയൂ, പട്ടിണി കിടന്നാലും ശരി അവരുടെ സ്ഥാപനത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുമോ? നിങ്ങൾ ആലോചിച്ചോ. ഒരിക്കലും ചെയ്യില്ല. നമ്മള് 10,000 തരാമെന്ന് പറഞ്ഞാൽ ജോലി ചെയ്യില്ല. ഒരു നിലക്കും അതിന് നമ്മളാരും തയ്യാറാവില്ല. നമ്മുടെ മുഅല്ലിമീങ്ങൾ അതിന് കിട്ടില്ല. കാരണം നമുക്ക് ആദർശമുണ്ട്. പട്ടിണി കിടന്നാലും പോകില്ല. നേരെ മറിച്ച് അവരോ പഴുത് കിട്ടിയാൽ നമ്മുടെ മദ്രസയിൽ കയറും. പഴുത് കിട്ടിയാൽ കയറും. പഴുത് കിട്ടിയാൽ കയറുമെന്ന് മാത്രമല്ല, കയറിയിട്ട് അവരതിന്റെ ഫത്വ പുറപ്പെടുവിക്കും. മൂസാ നബി വളർന്നത് ഫിർഔന്റെ കൊട്ടാരത്തിലാണ്. എല്ലാറ്റിനും ഇസ്ലാമികമായൊരു പിൻബലം ഉണ്ടാവും. ഏത് കാര്യത്തിനും ഇസ്ലാമികമായൊരു പിൻബലം. നമ്മുടെ മക്ബറകൾക്ക് മുമ്പിൽ പണപ്പിരിവിന് വേണ്ടി അവർ പല സ്ഥലത്തും ചെറിയ ചെറിയ കൗണ്ടറുകൾ ഉണ്ടാക്കും. അവര് കൗണ്ടറുകൾ ഉണ്ടാക്കിയതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മടവൂർ. നമ്മുടെ ബഹുമാനപ്പെട്ട സമത്തയുടെ ട്രഷറർ അവിടെയാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ സംഘടനാ പ്രവർത്തകരായ മലയം ബൂക്കർ പൈസയുള്ള ആളുകളൊക്കെ അവിടെയാണ്. അവർക്കാണ് ആ മക്കാമിന്റെ നിയന്ത്രണാധീനമുള്ള കമ്മിറ്റി അതിന്റെ പരിപാലനത്തിന് ചുമതല കൊടുത്തിരിക്കുന്നത്. ഇവരതിന്റെ തൊട്ടപ്പുറത്തിന് കൗണ്ടർ വെച്ച് പണം പിരിക്കും. അതുപോലെ മമ്പറത്തും അങ്ങനെ തന്നെ ഔദ്യോഗികമായി കയറാൻ പറ്റില്ല. അതുപോലെ പുത്തമ്പള്ളി നോക്കി എം എം മൊഹീദ്ദീൻ മുസ്ലിയാർ സമസ്ത വിദ്യാഭ്യാസ ബോർഡ് മെമ്പറും മുഷാവർ മെമ്പറും അദ്ദേഹമാണ് അവിടുത്തെ ഖത്തീബ്. ഓരോ സ്ഥലത്തും നോക്കിയാൽ ഔദ്യോഗികത നമുക്ക്. അവർക്ക് പുറത്ത് കൗണ്ടർ വെച്ച് ദൂരെ ചുറ്റുവട്ടത്തൊക്കെ നിൽക്കാൻ കഴിയും. മടവൂരിലെ ഈ വിഷയം ഒരിക്കൽ മലപ്പുറത്ത് പ്രസംഗിച്ചപ്പോൾ ചുറ്റുവട്ടത്ത് ഇവർക്ക് കൗണ്ടർ ഉണ്ട്. അങ്ങനെ ചുറ്റുവട്ടത്ത് വരുന്ന ആളുകളെ സ്വാധീനിച്ച് പണം പിടുങ്ങും. ഈ മക്കാമിൽ അവർക്ക് സ്വാഗതമില്ല, ചുറ്റുവട്ടത്തെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ അതിന് മറുപടിയായി ഇവരുടെ ഒരു പ്രമുഖൻ പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തിരിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈ ചുറ്റുവട്ടത്തെങ്കിലും ഞങ്ങളുണ്ടല്ലോ. വിശുദ്ധ ഖുർആനിൽ ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് പറഞ്ഞത് ബാറക്ന ഹൗലഹു എന്നാണ്, ചുറ്റുവട്ടത്താണ് ബർക്കത്ത് എന്നാ പറഞ്ഞത്. ആ ജാതി ആയത്തെടുത്തുകൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന മഹാന്മാരാ. ആ ചുറ്റുവട്ടത്തെ ബർക്കത്ത് പിരിവിന്റെ ബർക്കത്തല്ല കൂട്ടരെ. അത് മഹത്തുക്കളായ മഹാന്മാർ അവിടെ അന്ത്യവിഷമങ്ങളൊന്നും വലിയ വലിയ മഹാന്മാരായ അള്ളാഹുവിന്റെ പ്രവാചക മഹത്തുക്കൾ അവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. ആ ബർക്കത്ത് നിങ്ങൾ അറിഞ്ഞാൽ എത്ര പെട്ടി നിങ്ങൾ അവിടെ കൊണ്ടുപോയി വെച്ച് പിരിക്കും. അതാ സംഭവിക്കുക. നിങ്ങൾക്ക് പിരിവേ വേണ്ടൂ, മറിച്ച് നിങ്ങൾക്ക് മഹാന്മാരുടെ മഹത്വമല്ല. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഒരു പുതിയ രൂപം. സത്യത്തിൽ എങ്ങനെ പണം പിരിക്കാമെന്ന് മാത്രമല്ല ഇവർ നോക്കുന്നത്. കണ്യത്ത് ഉസ്താദിനെ വരെ അതിന്റെ വിൽപ്പന ചരക്കാക്കാൻ ശ്രമിച്ചില്ലേ? കണ്യത്ത് ഉസ്താദിന്റെ ഉറൂസ് നടത്താൻ ഇവരെ മുന്നോട്ട് വന്നു. മഹാനായ റഈസുൽ മുഹഖിഖീൻ മരണപ്പെട്ട് എത്ര വർഷമായി? 93 മരണപ്പെട്ട് 2013 20 കൊല്ലമായി. 20 കൊല്ലത്തിനടുക്ക് 19 ഉറൂസ് നടക്കും. ആ 19 ഉറൂസ് നടക്കുന്ന സന്ദർഭത്തിൽ 18 നടത്തില്ല. 19ാമത്തെ ഉറൂസ് നടത്താൻ വേണ്ടി ഇവർ മുന്നോട്ട് വന്നു. 19ാമത്തെ ഉറൂസ് നടത്താൻ സംഘമായി വന്ന് സിയാറത്ത് ചെയ്യാൻ വരുന്നു എന്ന് കേട്ടപ്പോഴേക്കും ആരും പ്രേരിപ്പിച്ചിട്ടല്ല. ആ മാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീന്റെ ഒരു ആത്മീയമായ വെളിയാളം കേട്ടുകൊണ്ട് പലരും അവിടെ വന്നുകൂടി. ഇതുപോലെ വമ്പിച്ചൊരു ജനാവലി, അപ്രതീക്ഷിതമായ വലിയൊരു ജനാവലി അവിടെ കൂടി. ആരും വിളിച്ചു വരുത്തിയല്ല. അവസാനം ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടായി. പോലീസ് വന്നു. ഉന്നത രാഷ്ട്രീയ നേതാക്കൾ ഇടപെടൽ കൂടെ ഉണ്ടായി. അവസാനം എന്ത് സംഭവിച്ചു? അവസാനം പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അവരോട് ചെന്ന് ചോദിച്ചു,
ഈ ആൾ മരണപ്പെട്ടിട്ട് എത്ര വർഷമായി? അവർ പറഞ്ഞു 20 വർഷമായി. 20 വർഷമാകും എത്ര ഉറൂസ് നടന്നിട്ടുണ്ടാവും? 18 ഉറൂസ് നടന്നു കഴിഞ്ഞത് 19ാമത്തേതാ. ഈ 18 ഉറൂസിൽ ഏതെങ്കിലും നിങ്ങൾ നടത്തിയോ? നിങ്ങൾ നടത്തിയില്ല. പിന്നെ എന്തിനാ നിങ്ങൾ 19ാമത്തെ ഉറൂസ് നടത്താൻ ഇങ്ങനെ സംഘമായി വരുന്നത്? ഈ 18 ഉറൂസ് നടത്തിയ ആളുകൾ 19ാമത്തെ ഉറൂസ് നടത്തിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ വരുന്നതെന്ന് ചോദിച്ചു. അതിനവർക്ക് മറുപടിയില്ല. ഞങ്ങൾക്ക് സിയാറത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. നിങ്ങളെ പള്ളിയിൽ പോയാണ് സിയാറത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു പോലീസ് DSP. അവരെ പള്ളിയിൽ സിയാറത്ത് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നുള്ള അയാൾക്കറിയില്ലല്ലോ. അയാൾ പറഞ്ഞു നിങ്ങളെ പള്ളിയിൽ പോയി സിയാറത്ത് ചെയ്താൽ മതി. പിരിച്ചുവിട്ടു. അവർ ഭക്ഷണം പോലും വിതരണം ചെയ്യാൻ ആളില്ലാതെ പിരിഞ്ഞു പോകേണ്ടി വന്നു. എന്താ കാരണം? കണ്ണിയത്ത് ഉസ്താദിന്റെ മക്കാമിലേക്ക് അവർ സംഘമായി അങ്ങനെ വരുന്നത് കണ്ണിയത്ത് ഇഷ്ടപ്പെട്ടാൽ തടയുമായിരുന്നില്ല. ആ മഹാനുഭാവൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് പ്രവർത്തനം ചെയ്ത ആളുകളാണ് നിങ്ങൾ. ഉപ്പൻചാക്ക പോലെ കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞവര്, കണ്ണിയത്ത് ഉസ്താദിന്റെ മനസ്സിനെ വേദനിപ്പിച്ചവർ, ആ മഹാനെ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അത്വം വിത്വമാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച ആളുകൾ ഓർക്കണം. മഹാന്റെ മക്കാമിലേക്ക് പോലും വന്ന് കടക്കാൻ കഴിയാത്ത വിധം നിയമ സംവിധാനം പോലും നിങ്ങൾക്കെതിരായത് എന്തുകൊണ്ടാ? ആ ജില്ലയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് നിങ്ങൾക്ക് വേണ്ടി പലതും പഠിച്ചത് പയറ്റിയിട്ടും നടന്നില്ലല്ലോ. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ ആ നേതാവിനെ കുറിച്ച്? ഇയാളെ കുറിച്ച് ഇങ്ങനെ വലിയ ഗാന്ധിജിയാണെന്നൊക്കെ പറഞ്ഞ നേതാവ് തന്നെ. ഇയാൾ ഗാന്ധിജിയാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ അയാൾ എല്ലാ അടവുകളും പയറ്റി നോക്കി, പക്ഷെ നടന്നില്ല. ഇയാളെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും മൗനമായി കേട്ടിരിക്കുകയാണ്. ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം പറഞ്ഞാൽ പണ്ട് ശ്രീകോൺ ജോൺ MLA അദ്ദേഹത്തെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞ് സ്റ്റേജിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ഇയാളെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് പറഞ്ഞു. ആ പറഞ്ഞ സ്ഥലവും സന്ദർഭവും ഒക്കെ അറിയുന്ന ആളുകളുണ്ട്. ഇയാളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാചകം തിരുവമ്പാടിയിൽ വെച്ചിട്ട് പ്രസംഗിച്ചു. തിരുവമ്പാടിയിൽ വെച്ചിട്ട് ശ്രീകോൺ ജോൺ അന്നത്തെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പറഞ്ഞു, മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഇദ്ദേഹമായിരിക്കുന്നു. മൂപ്പര് ചിരിച്ചു. മൂപ്പർക്ക് പ്രവാചകനായി വരാൻ മൂപ്പര് റെഡിയാ. ചിരിച്ചു എന്ന് തിരുത്തണ്ടേ? സിറിയക് ജോൺ MLA അതിനെ കുറിച്ച് അറിയോ? അയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? അയാൾ ഇനിയൊരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് ഇദ്ദേഹമായിരിക്കും അതിന്റെ അർത്ഥം എന്താ? അയാളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ എന്ന് പറഞ്ഞാൽ വരാം. അയാൾ പറ്റുമോ ഇല്ലെന്നത് അദ്ദേഹം പഠിച്ചിട്ടുണ്ടാവില്ല, അടുത്തിട്ടുണ്ടാവില്ല അധികം. ആ രീതിയിൽ പരസ്യമായി പറയുമ്പോൾ അത് തിരുത്താനുള്ള ഉത്തരവാദിത്തമെങ്കിലും അദ്ദേഹത്തിനില്ലേ? അദ്ദേഹം എന്താ ചെയ്തത്? ഏതാണ്ട് 2-3 വർഷം കഴിഞ്ഞ് ഇയാളെ സ്ഥാപനത്തിന്റെ ഒരു പരസ്യം പ്രസിദ്ധീകരിച്ചപ്പോൾ ഒരു സപ്ലിമെന്റിൽ അത് വളരെ വ്യക്തമായി മലയാള മനോരമയിലെ ഞങ്ങളെ വിട്ടു സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ ഒരു ലേഖനം എഴുതിയിട്ട് ആ ലേഖനത്തിൽ പറഞ്ഞു 23 കൊല്ലക്കാലം അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ നടത്തിയ പരിവർത്തനം, ആ പരിവർത്തനം പറഞ്ഞിട്ട് അതിന് തുല്യമായ പരിവർത്തനം നടത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് എഴുതി. അതേ വാചകം മലയാള മനോരമയിലെ സപ്ലിമെന്റിൽ നോക്കണം നിങ്ങൾ. സിറിയക് ജോൺ പ്രവാചകനാകാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിന് തോന്നിയാകാൻ പറ്റുമെന്ന് അത് കുട്ടികളെ കൊണ്ട് ലേഖനം എഴുതിച്ചു. ഈ രീതിയിൽ ഈ സമൂഹത്തിൽ ഇവരുണ്ടാക്കി തീർക്കുന്ന ഈ വൈകാരികത എത്ര ഗൗരവമുള്ള കാര്യമാണ് ചിന്തിക്കണം. ഏറ്റവും അവസാനമോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വരെ കള്ളക്കളി. ഞാനതേക്കുറിച്ച് 2 കാര്യം മാത്രമേ പറയുന്നുള്ളൂ. കാരണം ക്ലിപ്പിംഗ് വെച്ച് മനോഹരമായി ഇവിടെ പറയാനിരിക്കുമ്പോൾ കൂടുതൽ പറയണ്ടല്ലോ. സത്യത്തിൽ നിങ്ങൾക്ക് ഈ കൂടി നിൽക്കുന്ന മുഴുവൻ ജനാവലിക്കും കണ്ണും കാതും ഉണ്ടെങ്കിൽ അറിയാവുന്നതാണ്. ഓരോ ഗ്രാമപ്രദേശത്തും അവര് ബോർഡ് വെച്ചതെന്താ? അവര് വെച്ച ബോർഡ് അവരാദ്യം സനത് പറഞ്ഞതും അത് പരമ്പരയാണെന്ന് തെളിയിച്ചതും അടിയാധാരം ചോദിച്ചതും അനുബന്ധ പ്രവർത്തനവും ഒക്കെ നമ്മൾ കേട്ടു. ഇനി അത് പറയണ്ടല്ലോ, സർവിത ശ്രവണം ആവശ്യമില്ലല്ലോ. ഒറ്റക്കാര്യം ശ്രദ്ധിച്ചു നോക്ക് നിങ്ങൾ. നാട് നീളെ ഉയർത്തിയ ബോർഡ് എന്താ? ഷഹറെ മുബാറക് മസ്ജിദ്. നെറ്റിലൂടെ വിട്ടതോ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രസിദ്ധീകരിച്ചതോ ഒക്കെ ഷഹറെ മുബാറക് മസ്ജിദ്. തറക്കല്ലിടുന്നതിന്റെ തലേ ദിവസം വരെ. പക്ഷെ തറക്കല്ലിടാൻ തീരുമാനിച്ച നിമിഷം മുതൽ അതിലേക്ക് ക്ഷണിച്ച ആളുകളിൽ പലരും അദ്ദേഹത്തിന് വിവരം കൊടുത്തു, ഷഹറെ മുബാറക് മസ്ജിദ് എന്ന് പറഞ്ഞാൽ തറക്കല്ലിടാൻ ഞങ്ങൾ വരില്ല. പക്ഷെ അവരെ ഉറച്ചു നിൽക്കുന്ന ചില ആളുകൾ പറഞ്ഞു വരും, അതൊക്കെ പിന്നീട് മാറിക്കൊള്ളുന്നു. പക്ഷേ അവസാന ദിവസം തറക്കല്ലിടലിന്റെ തലേ ദിവസം വരെ വിളിച്ചു നോക്കുമ്പോ ആ പേര് വെച്ചുകൊണ്ട് ഞങ്ങൾ ആ വേദിയിലേക്ക് വരില്ല എന്ന് ചില ആൾക്കാർ തീർത്തു പറഞ്ഞു. ആൾക്കാരാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അവരെ കടവും കള്ളിയൊക്കെ ഇപ്പൊ തീർന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. സാമ്പത്തിക പ്രയാസമൊക്കെ തീർന്ന കുറെ ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ വരില്ല എന്ന് ഉറപ്പായപ്പോ ഇദ്ദേഹം അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായി. നമുക്ക് ആ പേര് മാറ്റാം. ഷെഹറുല്ല ബാറക്കുല്ല മസ്ജിദുൽ ആഥാർ, പുരാവസ്തു പള്ളി. ഇതുവരെ പറഞ്ഞതിനെ കുറിച്ച് യാതൊരു അഭിപ്രായമില്ല. അത് ഷേഖ് പറഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് യാതൊരു തരത്തിലും തർക്കമില്ല. ആ രീതിയിൽ അങ്ങനെ പേര് മാറ്റി. അപ്പൊ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ തർക്കിച്ചു. അവർ തമ്മിൽ തർക്കിച്ചപ്പോ ഒരു കൂട്ടർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് നബിതങ്ങളുടെ ഷഹറല്ല, മുബാറക്കായ ഷഹറല്ല. അവരത് ഉറപ്പിച്ചതുകൊണ്ടാണ് മാറ്റേണ്ടി വന്നത്. തർക്കമുള്ളപ്പോ കള്ളി പുറത്തു ചാടിയതല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അറബിയിൽ ഒരു ചൊല്ലുണ്ട്, ഇതാ തഹാസമൽ ലിസാനി ലഹറൽ മസ്റൂഖ്ന. 2 കള്ളന്മാര് തമ്മിൽ തർക്കിച്ചാൽ കട്ട മുതൽ പുറത്തു ചാടുന്ന. പുറത്തു ചാടി 2 കള്ളന്മാര് തമ്മിൽ ഉറപ്പല്ലേ. 2 കള്ളന്മാർ കക്കാൻ പോയാൽ തിരിച്ചു വരുമ്പോ അങ്ങനെയാ, കട്ട മുതൽ പുറത്തു ചാടും. അത് പുറത്തു ചാടിയതാ. അവർ തമ്മിൽ ആഭ്യന്തര അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അത് കളവാന്ന് ഒരു കൂട്ടർ സമ്മതിച്ചു. അവർക്കറിയാം അത് കളവാണ്. ഇപ്പോഴും അറിയാം. പക്ഷെ എന്തുകൊണ്ട് പുറത്തു പറയുന്നില്ല? ദുരഭിമാനത്തിന്റെ പേരില് അല്ലെങ്കിൽ നിക്ഷിപ്ത താല്പര്യത്തിന്റെ പേരിൽ. സത്യമതല്ലേ? പടച്ച റബ്ബിന്റെ കോടതിയിൽ നാളെ നിങ്ങൾ സമാധാനം പറയേണ്ടി വരില്ലേ? അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ ചരിത്രത്തിൽ ഒന്നേ കണ്ടിട്ടുള്ളൂ. മുസൈലിമത്തുൽ കദ്ദാബ്.
മുസൈലിമത്തുൽ കദ്ദാബിന്റെ പേര് തന്നെ കദ്ദാബ. മുസൈലിമത്തുൽ കദ്ദാബിന്റെ ഒരു പ്രത്യേകത എന്താ? മുസ്ലിം കദ്ദാബ് നബിയാന്ന് വാദിച്ചപ്പോ പ്രാദേശിക ആളുകൾ മുഴുവൻ അവന്റെ കൂടെ നിന്നു. ഇയാൾ ഇത് റസൂലുള്ളാഹിന്റെ മുടിയാന്ന് വാദിച്ചപ്പോ ഇയാളെ സംഘടനക്കാരൊക്കെ ഇയാളെ കൂടെ നിന്നു. പക്ഷെ ആ സംഘടനയിൽ തന്നെ ബുദ്ധി പണയം വെക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ പെട്ടുപോയവരുണ്ടാവും. എന്നതുപോലെ മുസൈലിമത്തുൽ കദ്ദാബിന്റെ നാട്ടിൽ അല്പം ബുദ്ധി പണയം വെക്കാത്ത 1-2 ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർ ആ ഗോത്രത്തിന്റെ നേതാവിനെ ചെന്ന് ചോദ്യം ചെയ്തു, നമ്മുടെ മുസൈമ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ അവനെ കുറിച്ച് നമുക്ക് അറിയാവുന്നത് കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കാരണവർ ഈ കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് അവരോട് പറഞ്ഞ, മക്കളെ കുഴപ്പമുണ്ടാക്കല്ലേ, സത്യം നിങ്ങൾ പറഞ്ഞതാണ്. വല്ലാഹി അന്ന മുഹമ്മദ് അല്ല സ്വാദിഖുൻ വ അന്ന മുസൈലിമത്തുൽ കദ്ദാബ്. മുസൈലിമ കള്ളനുമാണ്, നബി യഥാർത്ഥ പ്രവാചകൻ മുഹമ്മദുമാണ്, അത് ഉറപ്പാണ്, മക്കളെ കുഴപ്പമുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, അത് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ മുഹമ്മദ് നബി യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ എന്തിന് പിന്നെ മുസൈലിമിന്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നു എന്ന് ചോദിച്ചു. അതിന് ഇയാളോട് പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുക, നിങ്ങൾ എന്താ നാട്ടുകാരാ, നിങ്ങൾ എന്താ ആൾക്കാരാ, നിങ്ങളെ സംബന്ധിച്ചോ നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠമില്ല. വലാകിന്ന കദ്ദാബ റബീഅത അഹബ്ബു ഇലൈനാ മിൻ സാദിഖി മുദർ. എടാ, അവരെ ഗോത്രത്തിൽ ഒരു സത്യപ്രവാചകനായ ഒരാൾ ഉണ്ടാവുന്നതിനേക്കാൾ നമ്മുടെ ഗോത്രത്തിൽ കള്ളനായിട്ടെങ്കിലും ഒരു നബി ഉണ്ടാവലല്ലടാ നല്ലത്. അതിനെന്താ ചികിത്സ? അതിനെന്താ ചികിത്സ? അത് ദീനിൽ പറ്റുമോ? വേറൊരാളെ മറുപടി എന്താ? വേറൊരാളെ മറുപടി എന്തൊക്കെ ആവട്ടെ, നിങ്ങൾ എന്ത് ആക്ഷേപിച്ചാലും സെനത് ചോദിച്ചാലും ഒക്കെ റെഡിയാ. ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ അയാൾ കൊണ്ടുവന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട. ആ ഒരു മുടിയുടെ പേരിൽ എത്ര ആളുകൾ ദീനിലേക്ക് കടന്നു വരികയും സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുകയും ബറക്കത്തെടുക്കലിനെ അംഗീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ 10 പേരെ സുന്നത്ത് ജമാഅത്തിന് കിട്ടുമെങ്കിൽ അതൊരു ദഅവത്തല്ലേ? ആ ദഅവത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നവരെ പൊളിക്കാൻ പാടുണ്ടോ എന്നാ ചോദ്യം. ചില സാധുക്കളെ മനസ്സിലാക്കി തട്ടി. ആ പറഞ്ഞ വളരെ ശരിയാ, കാരണം സാധുത്തല്ലേ. പക്ഷേ ഏതാ ഈ ദഅവത്ത്? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കത്ത് പ്രബോധനം നടത്തുമ്പോ നബിതങ്ങളിൽ വിശ്വസിക്കാത്ത വലിയൊരു സംഘമുണ്ടായിരുന്നല്ലോ, നബിതകൾ അംഗീകരിക്കാത്തൊരു സംഘമുണ്ടായിരുന്നല്ലോ. ആ സംഘത്തിൽപ്പെട്ട ആളുകളിൽപ്പെട്ട പ്രമുഖരായ ആളുകൾ ഒറ്റയടിക്ക് വിശ്വസിക്കുന്ന ഒരു സുദിനം വന്നു. എപ്പോൾ? ഒരു സൂര്യഗ്രഹണം ഉണ്ടായപ്പോ. സൂര്യന് ഗ്രഹണം ബാധിച്ചു. അവർ അന്ധവിശ്വാസത്തിന്റെ അടിത്തട്ടിലാണ്. അവർക്കൊരു വിശ്വാസമുണ്ട്, ദൈവം ദുഃഖിക്കുമ്പോൾ സൂര്യഗ്രഹണം ഉണ്ടാകും. ഈ സൂര്യഗ്രഹണം ഉണ്ടായ ദിവസം നോക്കുമ്പോൾ മുഹമ്മദിന്റെ കുട്ടി മരിച്ചിട്ടുണ്ട്. മുഹമ്മദിന്റെ കുട്ടി മരിച്ച ദിവസമാണ് സൂര്യഗ്രഹണം. അതുകൊണ്ട് ഇബ്രാഹിം എന്ന കുട്ടി മരിച്ച ദിവസം ദൈവം ദുഃഖിച്ച. അപ്പൊ മുഹമ്മദ് കാരണല്ലോ, അപ്പൊ മുഹമ്മദിനെ നമ്മൾ അംഗീകരിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിന് മുമ്പിൽ വന്നിട്ട് വിശ്വസിക്കാൻ ഇവർ റെഡിയാ. കാരണം എന്താ? നബി തങ്ങളെ കുട്ടി മരിച്ചു, സൂര്യഗ്രഹണം ഉണ്ടായി, ദൈവം ദുഃഖിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി വലിയ മഹാനാണ്. ആ ദൈവം ഇഷ്ടപ്പെടുന്ന ആളെ നമ്മൾ അംഗീകരിക്കണം. മുഹമ്മദ് പറഞ്ഞ ഒക്കെ ശരിയാ. ഇനി മുതൽ മുഹമ്മദാണ് നമ്മുടെ നേതാവ്. ഇവർ സമ്മതിച്ചു. പക്ഷേ ഇവര് പുറത്തു വന്ന് വിശ്വസിക്കാൻ കെലിമ ചൊല്ലിത്തരാൻ കാത്തു നിൽക്കുമ്പോ നബിത്തങ്ങൾ എന്താ ചെയ്തത്? ഇവിടെ സത്യത്തിൽ ഈ മുടിപ്രിയന്മാർ ഒരു കാര്യം ചിന്തിക്കണം. നബിത്തങ്ങൾ അവിടെ ഒരക്ഷരം മിണ്ടാതിരുന്നാൽ മതി. സനത് കാണിക്കണ്ട, അടിയാധാരത്തിന് വേണ്ടി ദുബായി പോകണ്ട, ഒരു ബഹളവും വെക്കണ്ട, വിശദീകരണം വേണ്ട, എൽസിഡി വേണ്ട, ക്ലിപ്പ് വേണ്ട, ഒന്നും വേണ്ട. നബിത്തൻ മിണ്ടാതിരുന്നാ മതി. മിണ്ടാതിരുന്നാ മതി, ഒരു അക്ഷരം മിണ്ടാതെ. ഇപ്പൊ നിങ്ങൾ മുടിയെക്കുറിച്ച് അവലംബിക്കുന്ന അതേ സമീപനം സ്വീകരിച്ചാൽ മതി. ഇപ്പൊ മുടി തന്നെ മിണ്ടൂലല്ലോ. ആ ഒരു സമീപനം. പക്ഷേ റസൂൽ എന്ത് ചെയ്തു? അസത്യം വിശ്വസിച്ചുകൊണ്ട് ഒരു ദൈവത്വം വേണ്ട, അസത്യത്തിന്റെ പേരിൽ ഒരു ദൈവത്വം വേണ്ട, സത്യസന്ധത മതി. നബി തങ്ങൾ പുറത്തിറങ്ങി ആ ജനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാ ലാ യൻഖസിഫാനി ബിമൗതിൻ വലാ ബിഹയാ. തുറന്നത് മൗത്ത് കൊണ്ടോ ജനനം കൊണ്ടോ മരണം കൊണ്ടോ ഗ്രഹണം ബാധിക്കുന്ന സാധനമല്ല അത്. അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട 2 ദൃഷ്ടാന്തമാണ്. ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഈ രീതിയിൽ സത്യസന്ധതയിലൂടെ മാത്രമേ കൂട്ടരെ ഈ ദീൻ വളർന്നിട്ടുള്ളൂ. ഇതേ വളർന്നിട്ടുള്ളൂ. 10 രൂപ കൊടുത്താൽ നിനക്കെന്താ ജോലി, നിനക്കെത്ര വരുമാനം, നീ എന്തിനാ ഇതിലേക്ക് തരുന്നത് എന്ന് ചോദിച്ച് ബോധ്യപ്പെട്ട് പണം സ്വീകരിച്ചിരുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ അനുയായികളാണ് നമ്മൾ. അവരെ മുമ്പിലേക്ക് ഇത്തരം വ്യാജ പ്രചരണവുമായി വരുന്നത്. ഈ ഉമ്മത്തിനെ രക്ഷിക്കാൻ സമത്വ രൂപീകരിച്ചപ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കൾ രൂപീകരിച്ച സംഘടന പിൽക്കാല ഔലിയാക്കൾ അതിനെ പിന്തുണച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, CH ഹൈദ്രോസ് ഉസ്താദ് നേരിട്ട് പറഞ്ഞ അനുഭവം. CH ഹൈദ്രോസ് ഉസ്താദ് അഖില കേരള ജംഇയ്യത്തുലമ ഉണ്ടായപ്പോ അദ്ദേഹത്തിന്റെ 2 പ്രധാന ഉസ്താദുമാർ അഖിലയിൽ പോയി, 2 ആൾ അപ്പുറം പോയി. ഹൈദ്രോസ് ഉസ്താദ് മനപ്രയാസമായി. ഇനിയിപ്പോ എങ്ങനെ ഉസ്താദുമാർക്ക് എതിരെ പ്രവർത്തിക്കുക? എന്നാൽ സംസ്ഥാനയിൽ എങ്ങനെ പോയി പ്രവർത്തിക്കുക? അതും പറ്റില്ലല്ലോ. അങ്ങനെ അദ്ദേഹം അഖില കേരള ജംഇയ്യത്തുലമയിൽ എങ്ങനെയാ പോയി പ്രവർത്തിക്കുക? അതും കഴിയില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ഒരു മനപ്രയാസത്തിലായി നേരെ പോയി ചാപ്പനങ്ങാടി ബാപ്പുസ്ലിയാർ അടുത്തേക്ക് ജീവിച്ചിരിക്കുന്ന വലിയ ചാപ്പനങ്ങാടി ബാപ്പുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ആരാന്നുള്ളത് പഠിക്കണം ആദ്യം. ചാപ്പനങ്ങാടി ബാപ്പുസ്ലിയാർ ചില്ലറക്കാരനായിരുന്നില്ല. എന്റെ നിയോജക മണ്ഡലമായിരുന്ന കൊണ്ടു നിയോജക മണ്ഡലത്തിൽ മുമ്പ്, ഇപ്പൊ ഞാൻ മലപ്പുറം നിയോജക മണ്ഡലം CH മുഹമ്മദ് കോയ സാഹിബ് നോമിനേഷൻ കൊടുക്കണമെന്ന് പാണക്കാട്ട തങ്ങൾ വിളിച്ചു പറഞ്ഞു. ഞാൻ അട്ടിയും പറഞ്ഞു, തെറ്റിദ്ധരിക്കും. CH മുഹമ്മദ് കോയ സാഹിബിനോട് നോമിനേഷൻ കൊടുക്കണമെന്ന് പാണക്കാട്ട തങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോ എന്നാ ഞാൻ ചാപ്പനങ്ങാടിയിൽ പോയി ദ്വാ ചെയ്യിപ്പിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. CH ചാപ്പനങ്ങാടിയിൽ ചെന്ന് ബാപ്പുസ്ലിയാരോട് പറഞ്ഞു, പാണക്കാട്ട തങ്ങൾ എന്നോട് കൊണ്ടോട്ടിയിൽ മത്സരിക്കാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട പാണക്കാട്ട പൂക്കോയ തങ്ങൾ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോ മഹാനായ ചാപ്പനങ്ങാടി ബാപ്പുസ്ലിയാർ പറഞ്ഞു,
നിങ്ങൾ മത്സരിക്കുകയും വേണം. ജയിച്ചാൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമാകും. 3 മാസം മുമ്പാണിത് പറയുന്നത്. CH ന്റെ മകനെ തിരുവനന്തപുരത്ത് മന്ത്രി വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു, ഒരു സംശയമല്ല, CH നോട് വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ ജയിക്കും, നിങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാവുന്നു. അതാണ് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പുസ്ലിയാർ CH മുഹമ്മദ് കോയ ജയിച്ചു, മന്ത്രിയായി. നിങ്ങൾ വളവന്റെ ഒരു ബാബയ്ക്ക് എത്തിങ്ങാനെ പോയി. ബാബയ്ക്ക് എത്തിങ്ങാനെ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പുസ്ലിയാർ ആരംഭിച്ചതാ. ആ ബാപ്പുസ്ലിയാരുടെ പ്രേരണയാണ്. ആ വളവന്റെ ഒരു ബാബയ്ക്ക് എത്തിങ്ങാനൊക്കെ ഒരു UP സ്കൂൾ ചോദിച്ചപ്പോ CH മുഹമ്മദ് കോയ സാഹിബ് ഈ കടപ്പാട് കൊണ്ട് പറഞ്ഞു, അതുപോലെ UP സ്കൂളിൽ നിങ്ങൾക്ക് ആരും തരും, ഞാൻ ഹൈസ്കൂൾ തരാം. ഒരിക്കലും അവിടെ ഹൈസ്കൂൾ കിട്ടൂല. എന്താ കാരണം? ഒന്ന് പോയി നോക്കിയിട്ട് പറഞ്ഞ ക്യാമ്പസ് ഇവിടെ കൽപ്പകഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ഈ ഭാഗത്ത് ഈ ഗ്രൗണ്ട് പോലെ ഈ സ്റ്റേജ് ഹൈസ്കൂൾ ആണെങ്കിൽ ആ ബസ് നിൽക്കുന്ന അത്ര ദൂരത്ത് ഒരു എയ്ഡഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എങ്ങനെ കൊടുക്കുക? CH കൊടുത്തതിന്റെ തന്ത്രം വേറെ ഉണ്ട്. അതിവിടെ പറയാമല്ലോ. CH മുഹമ്മദ് കോയ സാഹിബ് കൊടുത്തു. വളരെ വ്യക്തമായി CH മുഹമ്മദ് കോയ സാഹിബ് നിയമത്തിന്റെ വ്യക്തതയിലൂടെ കൊടുത്തു. അത് CH ന് കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് ആ സ്കൂൾ വിളിപ്പ് നേരെ നോക്കിയാൽ കാണും. ആ സ്കൂളിൽ അവിടെ സ്പീക്കർ വെച്ച് പ്രാർത്ഥന നടത്തി ഇപ്പുറത്ത് ഹൈസ്കൂളുകൾക്ക് അങ്ങനത്തെ ഹൈസ്കൂൾ ഉണ്ടാവുമോ? എയ്ഡഡ് ഗവൺമെന്റ് ഹൈസ്കൂൾ അപ്പുറത്ത്, ഗവൺമെന്റ് സ്കൂൾ ഇപ്പുറത്ത്. ഞാൻ പറഞ്ഞു വരുന്നത് ആ സ്കൂൾ കൊടുത്തു എന്നുള്ളതല്ല. 3 മാസം മുമ്പ് നിങ്ങൾ ജയിക്കുന്ന മര്യാദക്ക് CH മുഹമ്മദ് കോയ പറഞ്ഞു. അങ്ങനെ പറയാൻ പറ്റുമോ? ആ ചാപ്പനങ്ങാടി ബാപ്പുസ്ലിയാർ ബഹുമാനപ്പെട്ട CH ഹൈദ്രോസുസ്ലിയാർ വന്നപ്പോ ഹൈദ്രോസുസ്ലിയാരോട് പറഞ്ഞു, രംഗത്ത് നിന്നൊരിക്കലും മാറരുത്, സമത്വം നമ്മുടെ ആലിമ്യങ്ങൾ കെട്ടിപ്പടുത്തത് അവിടെ നിന്ന് പ്രവർത്തിക്കണം. അന്ന് മുതൽ CH ഹൈദ്രോസുസ്ലിയാർ ഊർജിതമായി സമത്വത്തിന് വേണ്ടി ഇറങ്ങി. ഔലിയാക്കൾ പ്രോത്സാഹിപ്പിച്ച പ്രസ്ഥാനമാണിത്. ആ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത മദ്രസയിലൂടെ പഠിച്ചു വളർന്ന് അതിന്റെ സിലബസിലൂടെ വളർന്ന് സമത്തെ ദ്രോഹിക്കാൻ വരണോ? നിങ്ങൾ ഉണ്ടാക്കിയവരെ കോലാഹലങ്ങളും കുഴപ്പങ്ങളും എത്രയാ? ചെറിയ ടീമാണ്, കുറച്ചേയുള്ളൂ. 6 ആളെ പുറത്താക്കി. ഒരു ചെറിയ അംഗബലം 100 അംഗ മഹലിൽ 6 പേരോ 10 പേരോ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്താ കുഴപ്പം? ഈ ഫിത്ന ഉണ്ടാക്കാൻ ഇവര് മതി. അറബികളുടെ ഒരു ചൊല്ലുണ്ട്, ഇന്നൽ തുതുമി മുക്കലത്തൽ അസദീന. സിംഹത്തിന്റെ കൺതടത്തിൽ ചോര ഒലിപ്പിക്കാൻ കൊതുകിന് കഴിയും. സിംഹത്തിന്റെ കണ്ണിന്റെ തടത്തിൽ ചോറൊലിപ്പിക്കാൻ കൊതുകിന് കഴിയും. അതെന്താ? സിംഹത്തിന്റെ കഴിവുകേടല്ല, പിന്നെ കൊതുകിന്റെ കഴിവ്. അതുമല്ല, പിന്നെന്താ? ഫിത്നന്റെ ഊക്കാണത്. അത് മനസ്സിലാക്കേണ്ടത്. ആ ജാതി ഫിത്ന സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കുഴപ്പക്കാരെ ഈ സമൂഹം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. കൂരിയാട്ട് വെച്ച് നടന്ന സമത്വയുടെ സമ്മേളനത്തിൽ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമായും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖിന് പറഞ്ഞ അവസാനം ഹക്കിന്റെ ആളുകൾ ഇയാളുടെ കൂടെ ഉണ്ടാവൂല. ഇയാൾ തന്നെ പ്രയോഗിച്ചത് വേറൊരു പദമാണ്, ഞാൻ ഇപ്പൊ പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. കൂരിയാട്ട് വെച്ച് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഈ വിഭാഗത്തിന്റെ ഈ പ്രവർത്തനങ്ങളോട്ട് പോയാൽ സമുദായം അവരെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയുമെന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു, ഈ ജാതി പേക്കൂത്തുകളും അസത്യവും കൊണ്ടു നടന്നുകൊണ്ട് ജനസമൂഹത്തിൽ ഈ പിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഞങ്ങൾക്ക് കരുത്ത് പകരുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമയും കണ്ണിയത്ത് ഉസ്താദുമാണ്. ശംസുലമ മരിച്ചു കിടക്കുന്നത് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാലിന്റെ ചുവട്ടില. വരക്കങ്ങൾ ബഹുമാനപ്പെട്ട ശംസുലമയെ വിളിച്ചു കിടത്തിയത് ഏറ്റവും കൂടുതൽ ആദർശ രംഗത്ത് അഭിപ്രായ വ്യത്യാസത്തിന് വിധേയനായ ഒരു വ്യക്തി എന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ രംഗം ശരിയായിരുന്നു എന്ന് തെളിയിക്കാൻ ആ മുല്ലക്കോയത്തങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കടമ നിർവഹിച്ചുകൊണ്ട് അവിടെ വിളിച്ചു കിടത്തിയത്. ആ ആത്മീയ തേജസ് ഞങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് വെളിപ്പാടല്ലേ. ഈ തളിപ്പറമ്പിനപ്പുറത്തുള്ള പെരുവണയിൽ, ചപ്പാരപ്പഴവിലെ പെരുവണയിൽ അവിടെ നടന്ന കേസിൽ വക്കീലിന് നിർദ്ദേശം കൊടുക്കാൻ, തളിപ്പറമ്പിലെ വക്കീൽ കൃഷ്ണൻ നായർക്ക് നിർദ്ദേശം കൊടുക്കാൻ സ്വപ്നത്തിലുള്ള സംഭവം പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടില്ലേ? ആത്മീയമായി അദ്ദേഹം നമുക്ക് കരുത്ത് പകരുന്ന കാലത്തോളം മുല്ലക്കോയത്തങ്ങളെ കാലിന്റെ ചുവട്ടിൽ ശംസുലമ കിടക്കുന്നുവെങ്കിൽ, മുല്ലക്കോയത്തങ്ങളാണ് സമത്വം ഉണ്ടാക്കിയതെങ്കിൽ, ആ എല്ലാ പ്രചരണത്തിനും മുൻപന്തിൽ നിന്ന ബഹുമാനപ്പെട്ട ശംസുലമയാണ് നമുക്ക് ആവേശം പകരുന്നത്. ആ മഹാനെ തെറ്റിദ്ധരിച്ചുകൊണ്ടോ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടോ പുറത്തുപോയ ആളുകൾ ആ മക്കാമിലേക്ക് നോക്കണം. ആ മക്കാമിൽ നിന്ന് ആ 2 പേർ, അതുപോലെ സമത്വയുടെ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, അതുപോലെ മഹത്തുക്കൾ നമുക്ക് ഊർജ്ജം പകരുന്ന കാലത്തോളം ഒരു സാമ്പത്തിക വിപ്ലവത്തിലൂടെയോ വ്യാജ പ്രചരണത്തിലൂടെയോ പാവങ്ങളെ വഞ്ചിക്കാൻ ഇത്തരം തരംതാര തന്ത്രത്തിലൂടെയോ നിങ്ങൾ ശ്രമിച്ചാൽ ഈ സമൂഹം മഹല്ലത്തുകളിൽ നിന്ന് നിങ്ങളെ ബഹിഷ്കരിക്കുന്ന കാലം അതിവിദൂരമില്ല എന്ന് വളരെ ഗൗരവതരമായി നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ മഹാസമ്മേളനം ഇവിടെ വിളിച്ചുകൂടിയിരിക്കുന്നത്. ആ കടമ നിർവഹിക്കാൻ ഉമറാക്കൾ മുന്നോട്ട് വരണം. ഉമറാക്കളുടെ അഴകുഴമ്പൻ രീതി നിർത്തിവെച്ച് ഈ ഗൗരവ സമീപനം സ്വീകരിച്ചാൽ ഈ സമൂഹത്തിൽ വരാൻ പോകുന്ന വിപത്തിനെ തടുക്കാൻ നമുക്ക് കഴിയും, സ്ഥാപനങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയും എന്ന് വളരെ ഗൗരവ ബുദ്ധിയ അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കം, അതേപോലെ തന്നെ